ഐ എം ദ ഓൺലി വേ, ഐ എം ദ ഓൺലി ട്രൂത്ത് ആൻഡ് ഐ എം ദ ഓൺലി ലൈഫ് എന്ന് പറഞ്ഞാൽ വഴി ഞാൻ മാത്രമേ ഉള്ളൂ, സത്യം ഞാൻ മാത്രമേ ഉള്ളൂ, ജീവൻ ഞാൻ മാത്രമേ ഉള്ളൂ. ദിസ് ഈസ് ആൻ എക്സ്ക്ലൂസീവ് ക്ലെയിം. എക്സ്ക്ലൂസീവ് ക്ലെയിം എന്ന് പറഞ്ഞാൽ ഇത് മറ്റെല്ലാവരെയും ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രസ്താവനയാണ്. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ ഈ ദിവസത്തെ എല്ലാ ശുശ്രൂഷകളെയും അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൻ്റെ വലിയ ആശീർവാദം നമ്മുടെ ശുശ്രൂഷയിലുടനീളം ഉണ്ടാകുന്നതിന് നമ്മെ തന്നെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കാം. കണ്ണുകളടച്ച് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരിക്കൽ കൂടി ഉച്ചത്തിലേറ്റ് ചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. നമുക്ക് കണ്ണുകളടച്ച് പ്രകാരം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ദൈവമാതാവും അമലോത്ഭവയുമായ പരിശുദ്ധ കന്യകാ മാതാവേ, പരിശുദ്ധ കന്യകാ മാതാവേ, ദൈവത്തിന്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞാൻ അമ്മയെ എന്റെ മാതാവും രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു. പിശാചിനെയും അവന്റെ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും ഉപേക്ഷിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ അമ്മയുടെ വിമല ഹൃദയത്തിന് എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. എന്റെ ആത്മാവിനെയും ശരീരത്തെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും അവയുടെ എല്ലാ കഴിവുകളോടും കൂടെ ഞാൻ അമ്മയുടെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. എന്റെ എല്ലാ സൽപ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളും അവയുടെ എല്ലാ യോഗ്യതകളും ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ ബലികളോട് ചേർത്ത് ഞാൻ അമ്മയുടെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുന്നു. കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അമ്മയുടെ ഹിതമനുസരിച്ച് അവയെ വിനിയോഗിച്ചു കൊള്ളണമേ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിന്റെ തിരുരക്തമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. യേശുവിന്റെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഉച്ചത്തിലേറ്റ് ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. കരങ്ങൾ ഉയർത്തി ഏറ്റുചൊല്ലാം. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാ മാതാവിന്റെ വിമല
ഹൃദയത്തിന്റെ ശക്തമായ മാധ്യസ്ഥത്താൽ എന്നിൽ വന്ന് നിറയണമേ, എന്നിൽ വസിക്കണമേ, എന്നെ നയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ എന്നിൽ വന്ന് നിറയണമേ, എന്നിൽ വസിക്കണമേ, എന്നെ നയിക്കുകയും ചെയ്യണമേ. ഉച്ചത്തിലേറ്റെല്ലാം പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമാതാവിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ, എന്നെ നയിക്കുകയും ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്നായിട്ട് കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ആമേൻ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാം സന്തോഷമാണോ? അതെ, നമ്മൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സാന്നിധ്യമുള്ളൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. മാതാവ് എപ്പോഴും വന്ന് അമ്മയുടെ സാന്നിധ്യം തരുന്ന, അമ്മ വന്ന് നിൽക്കുന്ന, അമ്മ പ്രാർത്ഥന കേൾക്കുന്ന, അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന വലിയ ഒരു അഭിഷേകത്തിൻ്റെ സ്ഥലമാണിത്. അപ്പോൾ ഈ സ്ഥലത്ത് വെച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ അനുഗ്രഹിക്കും. നമുക്കതുകൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിച്ച് നമ്മൾ ഒരുങ്ങുകയാണ്. ഇന്ന് വചനം സ്വീകരിക്കുമ്പോൾ, ആരാധന നടത്തുമ്പോഴെല്ലാം കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതിന് വേണ്ടി വിശ്വാസത്തോടെ നമുക്ക് ഈ വചനമേറ്റി ചൊല്ലി പ്രാർത്ഥിക്കാം. വലിയ അത്ഭുത ശക്തിയായി ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരാൻ നമുക്ക് ആഗ്രഹിക്കാം. ഇപ്രകാരം കണ്ണുകളടച്ച് ഉച്ചത്തിലേറ്റിയെല്ലാം പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഉച്ചത്തിലേറ്റ് പറയാം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവായ ദൈവമേ, അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. അവിടുത്തെ വചനം ധൈര്യത്തോടെ പ്രസംഗിക്കുവാൻ ഈ ദാസരെ ശക്തരാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തങ്ങളുടെ പ്രവചന ദിവസങ്ങളിൽ മഴ പെയ്യാതിരിക്കാൻ ആകാശമടയ്ക്കാനുള്ള അധികാരം അവർക്കുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ണുകളടച്ച് രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഒരു 8-10 പേര് നമ്മുടെ സ്വരം കേൾക്കട്ടെ. ഹൃദയം തുറന്ന് അതരം തുറന്ന് നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ പോവുകയാണ്. നിങ്ങൾ അടുത്ത് നിൽക്കുന്നവരെ ആരെയും ശ്രദ്ധിക്കാതെ ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടി ദാഹിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ആഗ്രഹിക്കുക. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതകരം വെളിപ്പെടുന്നത് കാണാൻ ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് ദാഹിച്ച് ആഗ്രഹിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതരം തുറന്ന് സ്തുതിക്കട്ടെ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മാവേ വരണമേ, നിറയണമേ, നിറയണമേ, നിറയണമേ. പരിശുദ്ധാത്മാവേ വരണമേ, നിറയണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആലയത്തെ ഏറ്റെടുക്കണമേ, കൺവെൻഷൻ പന്തലിനെ ഏറ്റെടുക്കണമേ, ഈ ദേശത്തെ ഏറ്റെടുക്കണമേ, ഓരോ മകനെയും മകളെയും ഏറ്റെടുക്കണമേ കർത്താവേ. ആലയം സ്ഥിതി ചെയ്യുന്ന മണ്ണ്, ഈ ആലയത്തിൻ്റെ 4 അതിരുകൾ, ദൈവജനം കടന്നു വന്നിരിക്കുന്ന സ്ഥലങ്ങൾ കർത്താവേ, ഒരുക്കപ്പെട്ട സംവിധാനങ്ങൾ, ക്രമീകരണങ്ങൾ, ഉപകരണങ്ങൾ, ഉപയോഗ വസ്തുക്കൾ, ഇവയുടെ എല്ലാം നിയന്ത്രണം പരിശുദ്ധാത്മാവേ അങ്ങ് ഏറ്റെടുക്കണമേ കർത്താവേ. അങ്ങയുടെ കരം വെളിപ്പെടണമേ. ആലയത്തിൻ്റെ മേൽ കർത്താവിൻ്റെ ശക്തി വ്യാപരിക്കണമേ. എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും, ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും. ആജ്ഞാദണ്ഡുകൊണ്ട് അവിടുന്ന് ഭൂമിയെ പ്രഹരിക്കും, മൺകുടത്തെ എന്ന പോലെ അടിച്ചുടയ്ക്കും. കർത്താവേ, സങ്കീർത്തനം 2:8-9 പ്രാർത്ഥിക്കുന്നു, യെശയ്യാ 11:4 പ്രാർത്ഥിക്കുന്നു, എബ്രായർ 12:28 പ്രാർത്ഥിക്കുന്നു, എബ്രായർ 4:12-13 പ്രാർത്ഥിക്കുന്നു, യെശയ്യാ 53:5 പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിന്റെ പരിശുദ്ധ നാമത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ദേശത്തിന് വേണ്ടി, കർത്താവേ, ജനസമൂഹത്തിന് വേണ്ടി അവിടുന്ന് സംസാരിക്കണമേ. അവിടുത്തെ ശക്തി വെളിപ്പെടണമേ. ദേശത്തിൻ്റെ മേൽ, കുടുംബങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കണമേ. അതിനെ തുറന്ന്, ഹൃദയം തുറന്ന് ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോയേ. ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് കർത്താവിൻ്റെ വചനത്തിന് മുമ്പിൽ ഒരിക്കൽ കൂടി കടന്നു വരാനും ദൈവവചനം ശ്രദ്ധിക്കാനും ദൈവം തരുന്ന അനുഗ്രഹത്തിന് നന്ദി പറയാം. പറഞ്ഞേ ഹല്ലേലൂയ. അനേകം മക്കളെ കർത്താവിൻ്റെ ആത്മാവ് ക്ഷണിച്ചു വരുത്തി ദൈവത്തിന് ആരാധനയും മഹത്വവും ഞാൻ സമർപ്പിക്കുന്നു. ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളുടെ അടുത്ത് ഇവിടെ വന്ന് നിങ്ങളോട് സംസാരിക്കാൻ. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഹല്ലേലൂയ. അത് സന്തോഷത്തിന് പല കാരണങ്ങളാണ്. അതായത്, ഒന്ന്, പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സവിശേഷമായ ഒരു സാന്നിധ്യമുള്ള സ്ഥലമായതുകൊണ്ട് എനിക്ക് വളരെ കൂടുതൽ സന്തോഷമുണ്ട് നിങ്ങളോട് സംസാരിക്കുന്നതിന്. ഈ സ്ഥലത്ത് ഈ കൺവെൻഷൻ നടത്തുന്നതിന് എനിക്ക് വളരെയധികം വലിയ സന്തോഷവും വലിയ സ്നേഹവും, എൻ്റെ ഹൃദയം അഗാധമായ ഒരു ദൈവസ്നേഹം കൊണ്ട് ഞാൻ നിറയുകയും ഞാനത് അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളെല്ലാവരെയും കാണാൻ ദൈവം ഈ ഒരു ദിവസം ഒരുക്കി. കർത്താവിന് നന്ദി പറയുന്നു. നമ്മൾ വളരെ ഗൗരവമായി ദൈവത്തെ എടുക്കാൻ ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളെ സഹായിച്ചു. നമുക്കതിന് ദൈവത്തിന് നന്ദി പറയണം. ഞാൻ ഈ അടുത്തയിടയിൽ UK വെയിൽസ് എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ വെയിൽസിലെ ഒരു സ്ഥലത്ത്, ആ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞാൽ നമുക്ക് നാക്കുളുക്കുന്നൊരു പേരാണ്, അതുകൊണ്ട് ഞാൻ ആ പേര് പറയുന്നില്ല. അവിടെ ഒരു സ്ഥലത്ത് ഞാൻ ഒരു മാമോദീസ നടത്താൻ വേണ്ടി പോയി. ഇപ്പോൾ ഒരു ധ്യാനം കഴിഞ്ഞ് അവിടെ എനിക്കൊരു മാമോദീസ നടത്താനുണ്ടായിരുന്നു. 2 ചെറുപ്പക്കാർക്ക് മാമോദീസ കൊടുക്കാൻ വേണ്ടി ഞാൻ പോയി. അപ്പോൾ അവിടെ മാമോദീസ കൊടുത്ത ആ ഇംഗ്ലീഷ് പള്ളിയിൽ ഒരു 7-8 പേര് ആ മാമോദീസയിൽ സംബന്ധിക്കാൻ വേണ്ടി വന്നിരുന്നു. അപ്പോൾ അതിൽ ആ മാമോദീസയ്ക്ക് വന്ന ഒരു ഇംഗ്ലീഷുകാരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ ഈ മാമോദീസ, ഈ ശുശ്രൂഷ തീരരുതേ എന്ന് ആഗ്രഹിച്ചു. ഈ മാമോദീസ തീരരുതേ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ച്, എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞാൽ പറയുന്നത്, അതായത് ഞങ്ങൾ ആഗ്രഹിച്ചു ഇത് തീരരുതേ എന്ന്. അതിൻ്റെ കാരണം അവർ പറയുകയാണ്, ഈ പള്ളിയിൽ ഇതുപോലെ ഒരു മാമോദീസ നടന്നിട്ട് ഒരുപാട് നാളായി. എനിക്ക് ആ പള്ളിയുടെ അവസ്ഥ കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നി. ആ പള്ളിയിൽ ഞാൻ അവിടെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞായറാഴ്ച ഒരു 10-40 പേര് വരും, വരുന്നതൊക്കെ എല്ലാം പ്രായമുള്ളവരാണ്, ഒരൊറ്റ ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ പള്ളിയിലില്ല, കുഞ്ഞുങ്ങൾ തീരെയില്ല, യങ് കപ്പിൾസ് വരാറില്ല. അപ്പോൾ ഇതാണ് യൂറോപ്പിൻ്റെ അവസ്ഥ, ഇതാണ് യൂറോപ്പിലെ അവസ്ഥ. അപ്പോൾ യൂറോപ്പിൻ്റെ അവസ്ഥ ഇതാണ് എന്ന് കാണുമ്പോഴാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ ദൈവം നമുക്ക് തന്ന അനുഗ്രഹം എത്ര വലുതാണ് എന്നറിയുന്നത്. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ നാട്ടിലെ ദൈവമക്കൾക്ക് ദൈവം തന്ന അനുഗ്രഹം എത്ര വലുതാണ്. അപ്പോൾ അതിന് ഒരു വശത്ത് നമ്മളതിന് ദൈവത്തിന് നന്ദി പറയണം, ഒരു വശത്ത് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. വലിയ ദൈവം, ഞാൻ രാജാക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കൺവെൻഷൻ നടത്തുകയായിരുന്നു, കോവിഡിന് മുമ്പാണ്. അപ്പോൾ രാജാക്കാട് കൺവെൻഷൻ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് അന്ന് ഈ കേരളത്തിൽ ചില പ്രത്യേക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മീഡിയ മുഴുവൻ
ക്രിസ്ത്യാനികൾക്കും കാത്തലിക്സിനും വൈദികർക്കും മെത്രാന്മാർക്കും എല്ലാം എതിരെ തിരിഞ്ഞ ഒരു സമയമായിരുന്നു അത്. എന്ന് പറഞ്ഞാൽ ലോകയിട്ട് ഇറങ്ങി നടക്കാൻ പറ്റാത്തതുപോലെ ഒരുപാട് ആക്ഷേപങ്ങൾ മാധ്യമങ്ങളിലൂടെ എല്ലാം വൈദികർക്കും എല്ലാം എതിരെ ഉണ്ടായിക്കൊണ്ടിരുന്നൊരു സമയമാണത്. ആ രാജാക്കാട് കൺവെൻഷൻ നടക്കുന്നത്. അപ്പോൾ ആ കൺവെൻഷന് ഞാൻ അവസാനത്തെ ദിവസം ആളുകളോട് പറഞ്ഞു, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ വെള്ള വസ്ത്രം ധരിച്ചിട്ട് വരണം. രാജാക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ആ കൺവെൻഷന് 10,000 പേര് കാണുമായിരിക്കും. ആ അത്രയും ആളുകൾ വെള്ള വസ്ത്രം ധരിച്ച് ആയിരക്കണക്കിന് ആളുകൾ ബൈബിളൊക്കെ പിടിച്ച് നടന്നു വരുന്നത് കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ പൊട്ടിക്കരഞ്ഞു. എൻ്റെ ഹൃദയത്തിൽ അത്രയും വലിയ സങ്കടവും സന്തോഷവും. ദൈവമേ, ഒരു വശത്ത് മീഡിയ മുഴുവൻ സഭയ്ക്കെതിരെ വൈദികർക്കെതിരെ ഒക്കെ നിൽക്കുമ്പോൾ നമ്മുടെ ദൈവജനം ദൈവത്തെ ആരാധിക്കുന്നവരാണ്. നമ്മുടെ ദൈവജനം ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. നമ്മുടെ ദൈവജനം കർത്താവിൻ്റെ ആത്മാവിൽ നിറഞ്ഞവരാണ്. അതോർത്ത് ഞാൻ ദൈവത്തെ ഒത്തിരി മഹത്വപ്പെടുത്തി. ഇന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. അപ്പോൾ അത് നമുക്ക് കേരളത്തിൽ ദൈവം തന്നിട്ടുള്ള വലിയ ഒരു ഭാഗ്യമാണ്. ഭാഗ്യം, ദൈവത്തെ അറിയാൻ കിട്ടിയ ഭാഗ്യം. ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കാൻ, ഈ വൈകുന്നേരം അല്പം സമയം മാറ്റിവെക്കാൻ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു പ്രേരണ തോന്നിപ്പിച്ച ദൈവസ്നേഹം അത് ചെറുതല്ല. ഞായറാഴ്ച ദിവസം യൂറോപ്പിലെ പല പള്ളികളിലും ഒരൊറ്റ ചെറുപ്പക്കാരനെ പോലും കാണാനില്ല. പബ്ബുകളിൽ ഇഷ്ടം പോലെ പിള്ളേരുണ്ട്. പബ്ബുകളിൽ ഞായറാഴ്ച രാവിലെയാണ് ഫുട്ബോൾ മത്സരം, മത്സരം എല്ലാം വെക്കുന്നത് ഞായറാഴ്ചയാണ്. കുതിരപ്പന്തയം വെക്കുന്നത് ഞായറാഴ്ചയാണ്. ഫ്ലവർ ഷോ വെക്കുന്നത് ഞായറാഴ്ചയാണ്. ഞാൻ യൂറോപ്പിലെ പല രാജ്യങ്ങളിൽ ഇത് കണ്ടിട്ടുണ്ട്. അതായത് സൺഡേയിലാണ്. ഞാൻ അയർലൻഡിൽ ചെന്നപ്പോൾ അവിടെ ഞായറാഴ്ച വലിയ ഒരു ആഘോഷം, ഞായറാഴ്ച. അപ്പോൾ ഞായറാഴ്ചയാണ് കുതിരപ്പന്തയം, കുതിരയോട്ടം, ഇതെല്ലാം. അപ്പോൾ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ അതിന് വരും. പള്ളികളിൽ ഒരൊറ്റ ചെറുപ്പക്കാരില്ല. അപ്പോൾ ഇതാണ് യൂറോപ്പിലെ ക്രിസ്ത്യാനിറ്റിയുടെ അവസ്ഥ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു കാലത്ത് ഇംഗ്ലീഷുകാരായ വിദേശികളായ ആളുകൾ വന്ന് ദൈവവചനം പ്രസംഗിച്ച്, മിഷണറിമാർ വന്ന് പ്രസംഗിച്ചാണ് ഇവിടെ കേരളത്തിൽ വലിയൊരു വിശ്വാസ സമൂഹം രൂപപ്പെട്ടത്. ഇന്ന് യൂറോപ്പിലെ അവസ്ഥ എന്താണെന്നറിയാമോ? കേരളത്തിൽ നിന്ന് മിഷണറിമാർ പോയി പ്രസംഗിക്കേണ്ട അവസ്ഥയാണ് ഇന്ന് യൂറോപ്പിൽ. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തിന് നമ്മൾ നന്ദി പറയണം. നമുക്കിപ്പോഴും സജീവമായ, ഞാൻ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും സഞ്ചരിച്ചിട്ടുണ്ട്. കേരളത്തിലേതുപോലെ ശക്തമായൊരു വിശ്വാസ സമൂഹത്തെ ലോകത്തിൻ്റെ ഒരു ഭാഗത്തും ഞാൻ കണ്ടിട്ടില്ല. കേരള സഭ പോലൊരു സഭ ലോകത്ത് വേറെ ഒരിടത്തുമില്ല. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. വേറെ ഒരിടത്തുമില്ല. അത് നിങ്ങൾ യാത്ര ചെയ്തിട്ടുള്ള ആളുകൾ അനേകം പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്. ലോകരാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുള്ള അനേകം പേര് നിങ്ങളിവിടെ ഇരിപ്പുണ്ട്. അയർലൻഡിലെ ഒരു രൂപതയിലെ ബിഷപ്പ് അവിടെയുള്ള കേരള ക്രിസ്ത്യാനികളോട്, മലയാളി കത്തോലിക്കരും ക്രിസ്ത്യാനികളോടും പറഞ്ഞു, നിങ്ങൾ ഞായറാഴ്ച ദിവസം നിങ്ങളുടെ സിറോ മലബാർ, ലത്തീൻ, മലങ്കര കുർബാനകൾ ഞായറാഴ്ച ദിവസം നിങ്ങൾ നടത്തണ്ട. നിങ്ങൾ ശനിയാഴ്ച നടത്തിക്കോ. നിങ്ങൾ ശനിയാഴ്ച നിങ്ങളുടെ സീറോ മലബാർ, സീറോ മലങ്കര, ലത്തീൻ കുർബാന നിങ്ങൾ ശനിയാഴ്ച നടത്തിക്കോ, നിങ്ങളുടെ ഭാഷയിൽ, മലയാളത്തിലുള്ളത്. ഞായറാഴ്ചകളിൽ നിങ്ങൾ ഇംഗ്ലീഷ് പള്ളികളിലേക്ക് വരിക. നിങ്ങൾ നിങ്ങളുടെ മക്കളെയും കൊണ്ട്, 3 മക്കൾ, 4 മക്കൾ, 5 മക്കൾ, 6 മക്കളൊക്കെ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെയും കൊണ്ട് ഞങ്ങളുടെ പള്ളിയിലേക്ക് വാ. ഞങ്ങളുടെ രൂപത ഇംഗ്ലീഷ് പള്ളിയിലേക്ക് വാ. ഇംഗ്ലീഷ് പള്ളിയിലേക്ക് വന്നിട്ട് ഞങ്ങളുടെ മനുഷ്യരെന്ന് കാണട്ടെ, കുഞ്ഞുങ്ങളുമായി വന്ന് ദൈവത്തെ ആരാധിക്കുന്നത് ഞങ്ങളുടെ മനുഷ്യരെന്ന് കാണട്ടെ എന്ന് അയർലൻഡിലെ ഒരു ബിഷപ്പ് കണ്ണുനീരോടെ മലയാളികളോട് അഭ്യർത്ഥിച്ചു. ഇന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. എന്ന് പറഞ്ഞാൽ ഒരു വശത്ത് നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. കാരണം കേരള സഭ ദൈവം വലിയ അനുഗ്രഹം തന്നിട്ടുള്ളൊരു സഭയാണ്. ഇത് ഒരു വശത്ത് നമ്മളത് കാണണം, അംഗീകരിക്കണം, ദൈവത്തിന് നന്ദി പറയണം. മറുവശത്ത് യൂറോപ്പിൽ സംഭവിച്ചത് നാളെ നമ്മുടെ നാട്ടിൽ സംഭവിക്കാതിരിക്കാൻ നമ്മൾ കരങ്ങൾ ഉയർത്തി കരയണം. ഇതാണ് മറുവശത്ത് രണ്ടാം ഭാഗം. അതായത് യൂറോപ്പിലെ ക്രിസ്ത്യാനിറ്റിക്ക് സംഭവിച്ചത് കേരളത്തിലെ ക്രിസ്ത്യാനിക്ക് സംഭവിക്കാതിരിക്കാൻ നമ്മൾ ഹൃദയം നൊന്ത് കരയണം. നമ്മുടെ മക്കളും മക്കളുടെ മക്കളും. ഞാൻ ഒരു യൂറോപ്യൻ രാജ്യത്ത് ചെന്നപ്പോൾ മലയാളികളോട് സംസാരിച്ചപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഇന്ന് നിങ്ങളിവിടെ വന്ന് നിൽക്കുന്നു, എനിക്ക് സന്തോഷമുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് നിങ്ങൾ ഈ കൺവെൻഷന് വന്നിട്ടുണ്ട്, എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഞാനപ്പോൾ ആ കൺവെൻഷന് കയറുന്നതിന് മുമ്പ് അവിടുത്തെ വികാരിച്ചന്മാരോട് ഞാൻ ചോദിച്ചു, അച്ഛാ, ഈ നമ്മുടെ മലയാളി മാതാപിതാക്കന്മാരിൽ എത്ര ശതമാനം അവരുടെ മക്കളിൽ എത്ര ശതമാനം പള്ളി വരും? അപ്പോൾ അച്ഛന്മാരെന്നോട് പറഞ്ഞു, ഒരു 60% മക്കൾ പള്ളി വരും. അതായത് 100 മക്കളുണ്ടെങ്കിൽ 60 പേര് പള്ളി വരും.
യൂറോപ്പിലെ നമ്മുടെ മലയാളികൾ യൂറോപ്പിലേക്ക് പോയി ജോലി ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ ഏകദേശ കണക്ക് അവിടുത്തെ വികാരിച്ചൻ പറഞ്ഞാണ്. അതിനകത്ത് വലിയ വ്യത്യാസമൊന്നും വരില്ല. ഏതാണ്ട് 60% നമ്മുടെ മക്കൾ പള്ളിയിൽ പോകും, ബാക്കിയുള്ളവർ പോവില്ല. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഇപ്പം നിങ്ങളുടെ മക്കൾ ഏതാണ്ട് 60% പള്ളിയിൽ പോകുന്നുണ്ട്, ദൈവത്തിൻ്റെ മഹത്വം, അത്രയും പോകുന്നുണ്ടല്ലോ. എൻ്റെ ഉത്കണ്ഠ അതല്ല, നിങ്ങളുടെ മക്കളുടെ മക്കൾ പള്ളിയിൽ പോവോ? എൻ്റെ ഭാരം അതാണ്. നിങ്ങളുടെ മക്കളുടെ മക്കൾ പള്ളിയിൽ പോവോ? നിങ്ങൾ ഇവിടെ UK ജീവിക്കുന്നു, ബ്രിട്ടനിൽ ജീവിക്കുന്നു, അയർലൻഡിൽ ജീവിക്കുന്നു, സ്പെയിനിൽ ജീവിക്കുന്നു, ഫ്രാൻസിൽ ജീവിക്കുന്നു, ഇറ്റലി ജീവിക്കുന്നു. എൻ്റെ ചോദ്യം, നിങ്ങളുടെ മക്കളുടെ മക്കൾ പള്ളിയിൽ പോവോ? അപ്പോൾ ആ ചോദ്യം ഇപ്പം ചോദിക്കണം. ആ ചോദ്യം ഇപ്പം ചോദിച്ചിട്ട് ആ ചോദ്യം ചോദിച്ച് ഉണ്ടാകുന്ന ഭാരം ചങ്കിലെടുത്ത് വെച്ചിട്ട് മുട്ടയിൽ നിന്ന് കരയണം, കരങ്ങൾ ഉയർത്തി കരയണം. എന്തിനാ കരയേണ്ടതെന്നറിയാമോ? ദൈവമേ, ഞങ്ങളുടെ മക്കളുടെ മക്കളും കർത്താവേ ദേവാലയത്തിൽ പോണം, ദൈവത്തെ ആരാധിക്കണം. ഇന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞ് ഹല്ലേലൂയാ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് നമ്മൾ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ട് നിലവിളിക്കാൻ നിൽക്കരുത്, ഇന്നേ നിലവിളിക്കണം. അപ്പോൾ ഇതുപോലെ ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്ന കൺവെൻഷൻ പന്തലുകളിൽ ഉയരേണ്ട നിലവിളി ഇപ്പോഴത്തെ ജോലി തടസ്സം മാറാനുള്ള നിലവിളി മാത്രമാകരുത്, ഇപ്പോഴത്തെ പ്രശ്നം മാറാനുള്ളൊരു കരച്ചിൽ മാത്രമാകരുത്. നാളത്തെ സഭയ്ക്ക് വേണ്ടി വേദനയോടെ കരയണം, നാളത്തെ തലമുറയോർത്ത് ഭാരപ്പെട്ട് കരയണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ എസ്രായുടെ, ബൈബിളിലെ എസ്രായുടെ പുസ്തകത്തിൽ നമ്മുടെ സംഭവം കാണുന്നുണ്ട്. എസ്രായുടെ പുസ്തകത്തിൻ്റെ 9-ാം അധ്യായത്തിലാണ് ഈ സംഭവം. എന്തെന്ന് വെച്ചാൽ, ഈ ജനം ബാബിലോൺ അടിമത്തത്തിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം അവർ ജനതകളുടെ ഇടയിൽ ജീവിക്കുമ്പോൾ, ജാതികളുടെ ഇടയിൽ ജീവിക്കുമ്പോൾ, ഈ നേതാക്കന്മാർ, ചില ജനങ്ങൾ വന്നിട്ട് എസ്രായോട് പറയും. എസ്രാ നിയമജ്ഞനാണ്, പുരോഹിത, വലിയൊരു സങ്കടം പറയാനുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിക്കും, എന്താണ് സങ്കടം? അപ്പോൾ അത് കേട്ടിട്ട് ഈ ജനം എസ്രായോട് പറയും, പുരോഹിത, സങ്കടം എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഈ ബാബിലോണിൽ നിന്ന് തിരിച്ചെത്തിയ ജനം ഇസ്രായേലിൽ വന്ന് ജീവിക്കുമ്പോൾ ഒരു വലിയ പ്രശ്നത്തിൽ അവർ ചെന്ന് ചാടിയിട്ടുണ്ട്. അതായത് അവരുടെ മക്കളെ അവർ വിശ്വാസമില്ലാത്തവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കുകയും അങ്ങനെ അവർ വിശ്വാസമില്ലാത്തവരുമായി ഇടകലരുകയും ചെയ്ത് ദേശം അശുദ്ധമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സങ്കടമാണ് അവർ വന്ന് പറയുന്നത്. അതായത് എസ്രായുടെ പുസ്തകം 9-ാം അധ്യായം, എസ്രായുടെ പുസ്തകം 9-ാം അധ്യായം എടുക്കാം, ബൈബിൾ തുറക്കാം. എസ്രാ 9, അപ്പോൾ അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. ഇത്രയുമായപ്പോൾ, ഉറക്കെ വായിക്കാവോ? എസ്രാ 9 വായിക്കാവോ? എല്ലാവരും ഉറക്കെ വായിക്കണം. നമുക്ക് നമ്മുടെ ഒരു രീതി എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ ബൈബിൾ കൊണ്ടുവരിക, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ബൈബിൾ തുറക്കുക, എന്നിട്ട് നമ്മൾ ഒരുമിച്ച് വായിക്കുക. ഇതാണ് നമ്മുടെ ഒരു രീതി. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ ആദ്യത്തെ ദിവസമായതുകൊണ്ട് നമുക്ക് ക്ഷമിക്കാം. ഇനിയിപ്പോൾ ബൈബിൾ ഇല്ലെങ്കിൽ മൊബൈലിൽ ബൈബിൾ ഉണ്ടെങ്കിൽ അതെടുത്ത് വായിക്കുക. ഇനി അതല്ല, അതും ഇല്ലെങ്കിൽ കേൾക്കുക. അപ്പോൾ നാളെ വരുമ്പോൾ ബൈബിൾ കൊണ്ടുവരണം. ബൈബിൾ കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രയാസം തോന്നും. കാരണം നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾ ബൈബിൾ വായിക്കുകയും അടുത്തിരിക്കുന്ന ആൾ ബൈബിൾ വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളിങ്ങനെ എന്നെ നോക്കിയിരിക്കുകയും ഞാൻ നിങ്ങളെ പുച്ഛത്തോടെ നോക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സങ്കടം വരും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ബൈബിൾ കൊണ്ടുവരണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. മാത്രമല്ല, നമ്മൾ ഈ നഗരത്തിൽ, ഈ എറണാകുളം പട്ടണത്തിൽ, ഈ വരാപ്പുഴയിൽ നമ്മൾ ഈ ഇടവഴികളിലൂടെ വചനവുമായി സഞ്ചരിക്കണം, ബൈബിളും കൊണ്ട് നടക്കണം, അല്ലേ? വചനം പിടിച്ച് നടക്കണം. ഇതൊരു കവറിനകത്തൊന്നും ഇട്ട് കൊണ്ടുവരരുത്, മറിച്ച് കയ്യിൽ പിടിച്ച് നടക്കണം. കയ്യിൽ ബൈബിളും പിടിച്ച് നിങ്ങൾ ഈ നഗരവീഥിയിലൂടെ ഞങ്ങൾ ദൈവവചനം കേൾക്കാൻ പോവുകയാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നടന്നു വരണം. അത് വളരെ അസാധാരണമായ ഒരു വിശ്വാസ സാക്ഷ്യമാണ്. നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, മത്തായി 10:32-33, മത്തായി 10:32-33, മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ എന്നെ ഏറ്റുപറഞ്ഞാൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെ ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ എന്നെ തള്ളിപ്പറഞ്ഞാൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെ തള്ളിപ്പറയും. അതുകൊണ്ട് നമുക്ക് ഈ പട്ടണത്തിൽ കർത്താവിനെ ഏറ്റുപറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വഴിയാണ്. എന്താണ് ആ വഴി? ബൈബിൾ കൊണ്ടുവരിക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നാളെ വരുമ്പോൾ കൊണ്ടുവരിക. ഇപ്പോൾ ബൈബിൾ ഉള്ളവർ കൊണ്ടുവരാത്തവർക്ക് വേണ്ടി കൂടി ഉച്ചത്തിൽ വായിക്കുന്നു. അവർക്ക് വായിച്ചേ. എസ്രാ 9:1 മുതൽ. ഇത്രയുമായപ്പോൾ ജനനേതാക്കന്മാരിൽ ചിലർ എന്നെ സമീപിച്ച് പറഞ്ഞു. അപ്പോൾ വായിച്ചോ, സ്ക്രീനിൽ തെളിയുന്നുണ്ട്, സ്ക്രീൻ ഉള്ളിടത്ത് നോക്കി വായിച്ചോ.
ഇത്രയുമായപ്പോൾ ജനനേതാക്കന്മാരിൽ ചിലർ എന്നെ സമീപിച്ച് പറഞ്ഞു, ഇസ്രായേൽ ജനവും പുരോഹിതന്മാരും ലേവ്യരും ഹനാന്യർ, ഹിത്യർ, പെരീസ്യർ, ജബൂസ്യർ, അമ്മോന്യർ, മൊവാബ്യർ, ഈജിപ്തുകാർ, അമോര്യർ. എത്ര പേരുണ്ട്? ഒന്ന് എണ്ണിക്കേ. 1, 2, 3, 4, 5, 6, 7, 8, 9. 9 കൂട്ടം ജനതകളുമായി. വായിച്ചേ എസ്രാ 9:1 മുതൽ. ഇത്രയുമായപ്പോൾ ജനനേതാക്കന്മാരിൽ ചിലർ എന്നെ സമീപിച്ച് പറഞ്ഞു, ഇസ്രായേൽ ജനവും പുരോഹിതന്മാരും ലേവ്യരും ഹനാന്യർ, ഹിത്യർ, പെരീസ്യർ, ജബൂസ്യർ, അമ്മോന്യർ, മൊവാബ്യർ, ഈജിപ്തുകാർ, അമോര്യർ, 8 കൂട്ടരുണ്ട്. എന്നിവരിൽ നിന്ന് അകന്ന് വർത്തിക്കാതെ അവരുടെ മ്ലേച്ഛതകളിൽ മുഴുകിയിരിക്കുന്നു. ഇസ്രായേലിയർ തങ്ങൾക്കും തങ്ങളുടെ പുത്രന്മാർക്കും ഭാര്യമാരായി അവരുടെ പുത്രിമാരെ സ്വീകരിച്ചു. അങ്ങനെ വിശുദ്ധ വംശം തദ്ദേശവാസികളുമായി കലർന്ന് അശുദ്ധമായി. ഈ അവിശ്വസ്തതയിൽ മുന്നിട്ട് നിൽക്കുന്നത് ശുശ്രൂഷകരും നേതാക്കന്മാരുമാണ്. അപ്പോൾ ഇതാണ് അവർ റിപ്പോർട്ട് ചെയ്തത്. ശ്രദ്ധിച്ചേ, എന്നെ നോക്കാവോ? അവർ വന്നിട്ട് റിപ്പോർട്ട് ചെയ്തത് ഇതാണ്. അതായത് ബാബിലോണിൽ നിന്ന് മടങ്ങിയെത്തിയ ജനം തദ്ദേശവാസികളുമായി ഇടകലർന്ന് അശുദ്ധമായി. അവർ തങ്ങളുടെ വിശ്വാസത്തിൻ്റെ അനന്യത കാത്തു സൂക്ഷിച്ചില്ല. അവർ എല്ലാ കൂട്ടം ആളുകളുമായും ഇടകലർന്ന് അവർ അശുദ്ധരായി. അപ്പം ഈ ഒരു വിശ്വാസത്യാഗത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് ശുശ്രൂഷകരും നേതാക്കന്മാരുമാണ്. വിശ്വാസത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുന്നവരാണ് ഈ അപജയത്തിൻ്റെ പരാജയത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുന്നത്. ഇത് വന്ന് ജനം എസ്രായോട് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടിയപ്പോൾ, ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ എസ്ര എന്ത് ചെയ്തു എന്നതാണ് പ്രസക്തമായ ചോദ്യം. എന്നെ ശ്രദ്ധിക്കുക. അതായത് ഒരു ഇൻഫർമേഷൻ വരികയാണ്. എന്താണ് ഇൻഫർമേഷൻ? സഭയ്ക്കകത്ത് ഒരു പ്രശ്നം, ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണ്. ദൈവമക്കൾക്ക് ഒരു പ്രതിസന്ധി, ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണ്. അപ്പോൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വാട്സപ്പിൽ ഒരു ഫോർവേഡ് മെസ്സേജ് വന്നു. എന്താണ് ആ മെസ്സേജിൻ്റെ ഉള്ളടക്കം? സഭയ്ക്കകത്തൊരു പ്രയാസം, സഭയ്ക്കകത്തൊരു വേദന, സഭയുടെ നേതാക്കന്മാർക്ക് ചില പ്രശ്നങ്ങൾ. ഇത് കണ്ട ഉടനെ എസ്ര എന്ത് ചെയ്തു? എസ്ര ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു 100 പേർക്ക് ഷെയർ ചെയ്തു, 10 ലൈക്ക് അടിച്ചു, ഫോർവേഡ് ചെയ്തു. എസ്ര ആ വാട്സപ്പ് ഇനി അറിയാനില്ലാത്തവരെ കൂടെ അറിയിച്ചു. എസ്ര എന്ത് ചെയ്തു? ഉള്ള എല്ലാ ഗ്രൂപ്പുകളിലേക്കും അത് ഫോർവേഡ് ചെയ്തു. എസ്ര എന്ത് ചെയ്തു? എസ്ര പെട്ടെന്ന് ഫോൺ എടുത്തിട്ട്, അറിഞ്ഞായിരുന്നോ? വിവരം കിട്ടിയായിരുന്നോ? മെസ്സേജ് വല്ലതും വന്നായിരുന്നോ എന്ന് ചോദിച്ച് അറിയാവുന്നവരെല്ലാം ഫോൺ വിളിച്ച് ഈ വിവരം പാസ് ചെയ്തു. അതാണോ എസ്ര ചെയ്തത്? എസ്ര അതല്ല ചെയ്തത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ദൈവജനത്തിനൊരു പ്രതിസന്ധി ഉണ്ടായി എന്ന് കേൾക്കുമ്പോൾ എസ്ര ചെയ്തത് എന്താണ്? വായിക്കാം. ഇത് കേട്ട് ഞാൻ വസ്ത്രവും മേലങ്കയും കീറി, മുടിയും താടിയും വലിച്ചു പറിച്ചു, സ്തബ്ധനായി ഇരുന്നു. ഒന്നാമത്തെ കാര്യം, അതായത് ഭാരം. ലിസൺ ടു മീ, എന്നെ ശ്രദ്ധിക്കുക. ഭാരം, ഹൃദയത്തിൽ ഭാരം. ആരുടെ ഹൃദയത്തിലാ? ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഭാരം. ആരെക്കുറിച്ച് ഭാരം? തൻ്റെ മക്കളെക്കുറിച്ച് ഭാരം. അതാണ് യെശയ്യാ 1 ദൈവം പറഞ്ഞത്, ആകാശമേ കേൾക്കാമോ, ഭൂമിയെ ചെവി തുറന്നു തരാമോ? ഞാൻ മക്കളെ വളർത്തി, അവർ എന്നോട് മത്സരിക്കുകയാണ്. എൻ്റെ ജനം 2 തിന്മ ചെയ്തു. ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. തങ്ങൾക്ക് വേണ്ടി വെള്ളം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിച്ചു. ജനതകളിൽ വെച്ച് ഏറ്റവും ചേതോഹരമായ അവകാശം നിനക്ക് തരാമെന്നും നിന്നെ എൻ്റെ മക്കളുടെ കൂട്ടത്തിൽ പാർപ്പിക്കാമെന്നും ഞാൻ വിചാരിച്ചു. എൻ്റെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് നീ എൻ്റെ പക്കലേക്ക് ഓടി വരുമെന്ന് ഞാൻ വിചാരിച്ചു, ഞാൻ പ്രതീക്ഷിച്ചു. ദൈവത്തിന് ഭാരം, ദൈവഹൃദയത്തിൽ ഭാരം, തൻ്റെ മക്കളെ ഓർത്ത് ഭാരം. ശ്രദ്ധിക്കുക, ഈ ഭാരം ചില മനുഷ്യരുടെ മനസ്സിലേക്ക് ദൈവം വീതിച്ചു കൊടുക്കും. ഈ ഭാരം ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ഹൃദയത്തിലേക്ക് ദൈവം വീതം വെച്ചു കൊടുക്കും. ഭക്തരുടെ ഹൃദയത്തിൽ ഭാരം ഉണ്ടാവില്ല.
ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ഹൃദയത്തിൽ ഭാരം ഉണ്ടാവും. ദൈവം ഈ ഭൂമിയെക്കുറിച്ച് അനുഭവിക്കുന്ന ഭാരവും ദൈവം തൻ്റെ മക്കളെക്കുറിച്ച് അനുഭവിക്കുന്ന ഭാരവും ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ മനസ്സിൽ ഒരു ഭാരമാകും. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ആര് വീഴുമ്പോഴാണ് ഞാൻ വേദനിക്കാത്തത്, ആര് പരാജയപ്പെടുമ്പോഴാണ് ഞാൻ ഈറ്റുനോവ് അനുഭവിക്കാത്തത്, ഞാൻ കരയാത്തത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. കൊളോസോസ് ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൽ എടുത്തേ, കൊളോസോസ് 1 പൗലോസ് അപ്പോസ്തലൻ പറയും, ദൈവം അനുഭവിക്കുന്ന ഭാരം ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്നിരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് വന്നതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യുന്നു എന്ന് അപ്പോസ്തലൻ പറയുന്നുണ്ട്. കൊളോസോസ് 1:24, കൊളോസോസ് 1:24 വായിക്കാം. നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. മക്കളെ എല്ലാവരും വായിച്ചേ. നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. ഇത് വലിയ ഭാരമാണ്. എന്താ ഭാരം? അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളെ പ്രതി എനിക്ക് സഹനം ഉണ്ടാവുമ്പോൾ എനിക്കതിൽ സന്തോഷമുണ്ട്. ഞാൻ ഈ സഭയിൽ എൻ്റെ മക്കളെ പ്രതി പീഡ അനുഭവിക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. കാരണം സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തു സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുകയാണ്. അപ്പോസ്തലൻ പറയുകയാണ്, ഇത് ദൈവത്തെ സ്നേഹിക്കുന്ന മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ഭാരമാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അതായത് ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസം വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ എന്നെ പ്രയാസപ്പെടുത്തുമ്പോൾ ഞാൻ അത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. അതിൻ്റെ കാരണം ഞാൻ അങ്ങനെ ആ സഹനം അനുഭവിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കർത്താവിൻ്റെ വേദന ലഘൂകരിക്കുകയാണ്, ഞാൻ എൻ്റെ കർത്താവിൻ്റെ പ്രയാസം കുറയ്ക്കുകയാണ്. ഞാൻ എന്താ പറയുന്നതെന്നറിയോ? എന്നെ കേട്ടെ. നമ്മുടെ ഹൃദയത്തിൽ ഈ ഭാരം ഉണ്ടാവണം. എസ്ര എന്ത് ചെയ്തു? എസ്ര വേദനിച്ച് സായാഹ്ന ബലിയുടെ സമയം വരെ നിലത്തിരുന്ന് കരഞ്ഞു. ചിന്തിച്ചു നോക്കണം. മനസ്സിലായോ? വൈദികരുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത് ഈ ഭാരമാണ്. സിസ്റ്റേഴ്സിൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത് ഈ ഭാരമാണ്. അൽമായരുടെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടത് ഈ ഭാരമാണ്. നാളത്തെ സഭയെക്കുറിച്ചുള്ള ഭാരം ഇത് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ചു. ഉണ്ടോ നിങ്ങളുടെ ഹൃദയത്തിൽ ഈ ഭാരം? നിങ്ങൾ നിങ്ങളുടെ മക്കളെക്കുറിച്ച് ഭാരപ്പെടുന്നുണ്ട്, എനിക്കറിയാം. നല്ലതാണത്. നിങ്ങൾ ഭാരപ്പെടണം. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഏതെങ്കിലും നല്ല നിലയിൽ എത്തണമെന്ന് ഓർത്ത് വിഷമിക്കുന്നുണ്ട്. അത് വേണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു ലാർജർ ക്യാൻവാസിൽ, വിശാലമായൊരു ക്യാൻവാസിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ആഴമുള്ള ഭാരം ഏറ്റെടുക്കാൻ പറ്റുമോ? ഇതാണ് ഈ കൺവെൻഷൻ പന്തലുകളിൽ ദൈവം ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം. കർത്താവ് ചോദിക്കാൻ ആഗ്രഹിക്കേണ്ടത്. നിങ്ങളോട് ഞാൻ അതുകൊണ്ട് ഈ ആദ്യ ദിവസം തന്നെ പറയുകയാണ്, നിങ്ങൾക്ക് ഈ സഭയെക്കുറിച്ച് വലിയ ഒരു ഭാരം വേണം. അങ്ങനെ എന്ത് ചെയ്യണം? അങ്ങനെ നിങ്ങൾ മുട്ടുകുത്തിക്കരയണം. അപ്പോൾ അങ്ങനെ ഭാരപ്പെട്ടാൽ എന്താണ് അതിൻ്റെ ഗുണമെന്നറിയാമോ? ഇന്ന് ഭാരപ്പെടുന്നത് ഏത് വിഷയത്തിലാണോ ആ വിഷയത്തിൽ നാളെ ഒരു തീരുമാനം ഉണ്ടാവും. അതാണ് ദൈവം വചനത്തിലൂടെ വെളിപ്പെടുത്തി തന്നൊരു സത്യം. ഇന്ന് നീ ഒരു വിഷയത്തിൽ ഭാരപ്പെട്ടാൽ, നീ ഭാരപ്പെട്ട വിഷയത്തിൽ ദൈവം ഒരു തീരുമാനമെടുക്കും, ദൈവം ഒരു പ്രവൃത്തി ചെയ്യും, ദൈവത്തിൻ്റെ അത്ഭുത കരം വെളിപ്പെടും. ഒന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? എസ്ര എന്ത് ചെയ്തു? എസ്ര സായാഹ്ന ബലിയുടെ സമയം വരെ നിലത്തിരുന്ന് കരഞ്ഞു. അവിടെ പറയുന്നത് അറിയാം, വസ്ത്രം വലിച്ചു കീറി, ഈ തലമുടിയും താടിയും അത് വലിച്ചു പറിച്ച്, എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരു ഉന്മാദിയെ പോലെയായി, ഭ്രാന്തനെ പോലായി എന്നർത്ഥം. ശരിയല്ലേ? ഭ്രാന്തനെ പോലായി. ഇത് കേട്ടിട്ട് ഹൃദയം തകർന്നു. മനസ്സിലായോ? ഇപ്പോൾ ദേ വിഴിഞ്ഞത്ത് നമ്മുടെ സഹോദരന്മാർ കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ സമരത്തിൽ, പ്രതിഷേധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഞാൻ ഇന്നലെ യുവജനങ്ങളുടെ ധ്യാനമായിരുന്നു തിരുവനന്തപുരത്ത്. ഞാൻ അവരോട് പറയായിരുന്നു, മക്കളെ ധ്യാനം തീരാൻ 3 മണിയായി, 3:30 ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല കുട്ടികൾ, ചെറുപ്പക്കാർ. ഞാൻ പറയായിരുന്നു, നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, എനിക്കും വിശക്കുന്നുണ്ട്, നിങ്ങൾക്കും വിശക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ വിശപ്പ് നമ്മുടെ വിഴിഞ്ഞത്ത്, ഈ ഇന്നലെ മഴയായിരുന്നു, ആ മഴയത്ത്
അവിടെ വേദനിക്കുന്ന നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി, സഹോദരിമാർക്ക് വേണ്ടി നമ്മുടെ ഈ വിശപ്പ് നമുക്ക് കാഴ്ചവെക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിള്ളേരെല്ലാം അച്ചടക്കമായി. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ആ അസ്വസ്ഥതയെല്ലാം അങ്ങ് മാറി. പിന്നെ വിശുദ്ധ കുർബാന കഴിയുന്നത് വരെ നല്ല സമാധാനത്തിലിരിക്കുന്നത് കാണാൻ പറ്റി. ആ ആദ്യത്തെ ഒരു ഞെളിവിരി അങ്ങ് മാറി. മനസ്സിലായോ? വിഴിഞ്ഞത്തെ സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് ഈ വിശപ്പ് കാഴ്ചവെക്കാമെന്ന് പറഞ്ഞപ്പോൾ അന്തരീക്ഷം മാറി. അപ്പോൾ അവിടെ ഒരു സങ്കടക്കടൽ അലയടിച്ച് ഉയരുകയാണ്. ഒരു സങ്കടത്തിൻ്റെ കടൽ അലയടിച്ച് ഉയരുകയാണ്. അപ്പോൾ അത് എറണാകുളത്തിരിക്കുന്ന എനിക്കെന്ത് വിഷയം എന്ന് ചിന്തിക്കരുത്. ഭാരപ്പെടണം, അതോർത്ത് ഭാരപ്പെടണം. പ്രാർത്ഥിക്കാൻ ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്ന ഓരോ നാഴികയിലും ദൈവമേ, വിഴിഞ്ഞത്തെ എൻ്റെ സഹോദരന്മാർ, എൻ്റെ സഹോദരിമാർ, അവർക്ക് ദൈവമേ ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കണേ എന്നോർത്ത് കരയാൻ നമുക്കതുണ്ട്. സഭയുടെ വലിയൊരു സപ്പോർട്ട് ആ മക്കൾക്കുണ്ട്. പക്ഷേ ഞാൻ പറയുകയാണ്, എല്ലാ കാര്യത്തിലും ഇങ്ങനെ ഒരു ഭാരം നമ്മുടെ ഹൃദയത്തിൽ വരുമോ എന്നതാണ് ചോദ്യം. അപ്പോൾ തലമുടി വലിച്ചു പറിച്ചു, താടി വലിച്ചു പറിച്ചു, എന്നിട്ട് അദ്ദേഹം നിലത്തിരുന്നിട്ട് ഇത് രാവിലെ പറയുന്നത്. രാവിലെ ഒരു 9 മണിക്കാണ് ഇത് പറയുന്നത്. 9 മണിയാണ് രാവിലെ പ്രഭാത ബലിയുടെ സമയം. സായാഹ്ന ബലി എന്ന് പറഞ്ഞാൽ വൈകിട്ട് 3 മണിയാണ്. അപ്പോൾ എസ്രായോട് വന്ന് ഈ വിവരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ഭ്രാന്തനെ പോലായി. അതിൻ്റെ കാരണം എന്തെന്നറിയാമോ? അദ്ദേഹം ഒത്തിരി കഷ്ടപ്പെട്ടാണ് ബാബിലോണിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഈ ജനത്തെ ഇവിടം വരെ എത്തിച്ചത്. ഒരുപാട് ഭാരപ്പെട്ടിട്ടാണ് ഈ ദൈവജനത്തെ ഇവിടം വരെ അദ്ദേഹം എത്തിച്ചത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആ ജനം ദൈവത്തിൻ്റെ കൽപ്പന ധിക്കരിച്ച് അകന്നു പോകുന്നു എന്ന് മനസ്സിലായപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. നിലത്തിരുന്ന് കരഞ്ഞു. എപ്പോഴാ? സായാഹ്ന ബലിയുടെ സമയം വരെ, അതായത് ഉച്ചയ്ക്ക് 3 മണി വരെ അദ്ദേഹം നിലത്തിരുന്ന് കരഞ്ഞു. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. 7 മണിക്കൂർ നിലത്തിരുന്ന് കരഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം ആയപ്പോഴേക്കും ഈ തിന്മ ചെയ്ത ആളുകളെല്ലാം ഒരുമിച്ച് വന്നു. അവർ വന്നിട്ട് എസ്രായോട് പറഞ്ഞു, ഞങ്ങൾക്ക് മനസ്സിലായി, അങ്ങ് ഭാരപ്പെടരുത്. അങ്ങിരുന്ന് കരയുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ഞങ്ങളുടെ ഹൃദയം ഉരുകി, ഞങ്ങൾക്ക് അനുതാപം ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ആ തെറ്റ് തിരുത്താം, ഞങ്ങളിനി അത് ചെയ്യില്ല, ഞങ്ങൾ ദൈവജനത്തിന് അശുദ്ധി വരുത്തുന്ന ഒന്നിലും ഏർപ്പെടില്ല എന്ന് പറഞ്ഞ് അനുതപിച്ച് ആ ജനം തിരിച്ചു വരുന്നതും പാപപരിഹാരത്തിന് വേണ്ടി ഒരു ദിവസം മാറ്റിവെക്കുന്നതും നിയമഗ്രന്ഥം വായിക്കുന്നതും പരിഹാര ബലി അനുഷ്ഠിക്കുന്നതുമെല്ലാം പിന്നീട് നമ്മൾ എസ്രായുടെ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ഒരു തീരുമാനമുണ്ടായി, ഒരു തീർച്ചയുണ്ടായി. എനിക്ക് എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് പറയാനുള്ളത്, നിങ്ങൾ നാളത്തെ തലമുറയെ ഓർത്ത്, നാളത്തെ സഭയെ ഓർത്ത് ഈ വരാപ്പുഴയിൽ, കൊച്ചിയിൽ, എറണാകുളത്ത്, അങ്കമാലിയിൽ, അതുപോലെ പാലക്കാട്, തൃശ്ശൂർ, ഇരിങ്ങാലക്കുടയിൽ ഒക്കെയുള്ള ദൈവജനത്തെ ഓർത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ ഭാരമുണ്ടാവണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അങ്ങനെ നമ്മൾ ഇന്ന് ഭാരപ്പെട്ടാൽ, ഇന്ന് ഭാരപ്പെടുന്ന വിഷയത്തിൽ ഒരു തീരുമാനം കിട്ടും. സാമുവേലിൻ്റെ 1-ാം പുസ്തകത്തിൽ ഹന്ന എന്ന് പറയുന്ന അമ്മ ദേവാലയത്തിലേക്ക് വരികയാണ്. അപ്പോൾ ദേവാലയത്തിൻ്റെ മുൻപിൽ ഒരു പീഠമിട്ട് പുരോഹിതനായ ഏലി ഇരിക്കുകയാണ്. അപ്പോൾ ഹന്ന ഇപ്പോൾ വന്നിരിക്കുന്നത് വലിയ പ്രയാസത്തിലാണ്. ഹന്നയുടെ പ്രയാസം എന്തെന്ന് വെച്ചാൽ, ഹന്നയ്ക്ക് മക്കളില്ല. എന്നാൽ ഭർത്താവിന് മറ്റൊരു ഭാര്യയുണ്ട്, ആ ഭാര്യയ്ക്ക് മക്കളുണ്ട്. അതുകൊണ്ട് ഹന്നയെ സംബന്ധിച്ച് അത് വലിയ ഹ്യൂമിലിയേഷനും ഇൻസൾട്ടും അപമാനമാണ്. അപ്പോൾ ഓരോ ദിവസവും അപമാന ഭീതി വർദ്ധിച്ച് വന്നപ്പോൾ ഹന്ന ഒത്തിരി സങ്കടത്തോടെ വീടിൻ്റെ വാതിലടച്ചിട്ട് അവൾ നേരെ ദേവാലയത്തിലേക്ക് വന്നു. ഷീലോ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അന്നത്തെ ദേവാലയം. ഷീലോയിലെ കർത്താവിൻ്റെ ആലയത്തിലേക്ക് വന്നിട്ട് അവൾ ദേവാലയത്തിലേക്ക് കയറുമ്പോൾ ഏലി ഇരിക്കുന്നത് കണ്ടില്ല, ശ്രദ്ധിക്കാത്തതിൻ്റെ കാരണം മനസ്സ് ഭാരപ്പെട്ടിരിക്കുകയാണ്, മനസ്സ് കലങ്ങിയിരിക്കുകയാണ്. ഒരു വിഷയത്തിൽ ഹൃദയം വല്ലാതെ ദുഃഖിച്ചിരിക്കുന്നത് കൊണ്ട് അവൾക്ക് ഏലി ഇരിക്കുന്നത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല, ഏലിയെ ശ്രദ്ധിച്ചില്ല. അപ്പോൾ മാനുഷികമായ ഒരു അശ്രദ്ധ വന്നു, അവൾ ഏലിയെ മൈൻഡ് ചെയ്യാതെ അകത്തോട്ട് കയറിപ്പോയി. പക്ഷേ ഏലി ഇവളെ കണ്ടു. അപ്പോൾ ഒരു സ്ത്രീ ഇതേ പതിവില്ലാത്തൊരു നേരത്ത് ദേവാലയത്തിനകത്തേക്ക് കയറി വരുന്നു. അപ്പോൾ അവിടെ ആ ഷീലോയിലെ ആരാധനാലയത്തിൻ്റെ പ്രത്യേകത, അവിടെ വാഗ്ദാന പേടകം ഉണ്ടായിരുന്നു. ആർക്ക് ഓഫ് ദ കവനൻറ്റ്, വാഗ്ദാന പേടകം എടുത്തു വെച്ചിട്ടുണ്ട്. ആ വാഗ്ദാന പേടകം എടുത്തു വച്ചിരിക്കുന്ന ആ അതിവിശുദ്ധ സ്ഥലത്തിന് അടുത്ത് കുറച്ച് അവൾ മാറി അവിടേക്ക് നിന്നിട്ട് കർത്താവിൻ്റെ ആലയത്തിലേക്ക് നോക്കി. ഇപ്പം ഞാനിപ്പോൾ നിൽക്കുമ്പോൾ എനിക്ക് പള്ളിയിലോട്ട് നോക്കി പറയാം എന്ന് പറയുന്ന പോലെ അവളിങ്ങനെ കർത്താവിൻ്റെ ആലയത്തിലേക്ക് നോക്കിയിട്ട് അവൾ ചങ്ക് പൊട്ടി കരഞ്ഞു. അവൾ ഹൃദയം നൊന്ത് കരഞ്ഞു.
വലിയൊരു ഭാരം ഉണ്ടായിരുന്നു അവളുടെ മനസ്സിൽ. ആ ഭാരം ഇതാണ്, എനിക്ക് മക്കളില്ല, കർത്താവേ ഒരു കൊച്ചിനെ തരണേന്ന് ഓർത്താണ് അവൾ കരഞ്ഞത്. അപ്പോൾ ഈ കരച്ചിൽ അത്രമാത്രം തീക്ഷ്ണമായിരുന്നത് കൊണ്ട് അവൾ പരിസരം ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഏലി നോക്കുമ്പോൾ ഇവളൊരു ഭ്രാന്തിയെ പോലെ, എന്ന് പറഞ്ഞാൽ പരിസരം ശ്രദ്ധിക്കാതെ ഒരു ഉന്മാദിനിയെ പോലെ, ഭ്രാന്തിയെ പോലെ ഇവൾ കിടന്ന് കരയുകയാണ്. അപ്പോൾ ഏലിക്ക് തോന്നി ഇവള് ചിലപ്പോൾ മദ്യപിച്ചിട്ടുണ്ടാവും. മദ്യപിച്ചിട്ട് വെളിവില്ലാതെ കയറി വന്നാന്ന് ആര് വിചാരിച്ചു? ഏലി വിചാരിച്ചു. അച്ഛൻ അങ്ങനെ വിചാരിക്കാൻ പാടില്ലാത്തതാണ് ചേച്ചി, പക്ഷേ അച്ഛൻ അങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഏതായാലും അച്ഛൻ അങ്ങനെ വിചാരിച്ചിട്ട് ഈ ചേച്ചിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഹന്ന, നീ മദ്യപിച്ചിട്ടാണോ വന്നത്? ഏലി ചോദ്യം ഇതാണ്, നീ എത്ര നേരം ഉന്മത്തയായിരിക്കും? നിൻ്റെ ലഹരി അവസാനിപ്പിക്കും എന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. വല്ല മോരും വെള്ളവും കുടിച്ച് നീ നോർമലാ എന്താണോ എനിക്ക് മനസ്സിലായില്ല. നിൻ്റെ ലഹരി അവസാനിപ്പിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. ലഹരി അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നീ കള്ളുകൂടി നിർത്ത്, നീ നോർമലാവ്. പക്ഷേ ഇത് പള്ളിയാണ്, നീ എന്നെ ഈ കാണിക്കുന്നേ, നിനക്ക് അറിഞ്ഞൂടെ നീ നിൽക്കുന്ന എവിടാ? നിനക്കൊരു സുബോധമില്ലേ, വെളിവില്ലേ? നീ എന്നെ കാണിക്കുന്നേ, അലമുറയിട്ട് കരയുന്നു, ചങ്കത്തടിക്കുന്നു, മുടി വലിച്ച് പറിക്കുന്നു. നിനക്കൊരു മര്യാദയ്ക്ക് നിന്ന് ബാക്കിയുള്ള ചേച്ചിമാർ നിൽക്കുന്ന പോലെ നിന്നൂടെ? നിൻ്റെ പ്രശ്നം എന്താ? വാട്ട് ഈസ് യുവർ പ്രോബ്ലം? ആര് ചോദിച്ചു? ഏലി. അപ്പോൾ ഹന്ന പറഞ്ഞു, പുരോഹിത, എന്നെ അങ്ങ് തെറ്റിദ്ധരിക്കരുത്, ഞാൻ കള്ളു കുടിച്ചിട്ടൊന്നും വന്നതല്ല. അങ്ങ് കള്ളു കുടിക്കുന്ന മറ്റ് സ്ത്രീകളെ കണ്ടിട്ടുണ്ടാവും, പക്ഷെ എന്നെ ആ കൂട്ടത്തിൽ പെടുത്തരുത്, ഞാൻ അങ്ങനല്ല. പിന്നെന്താ നീ ഇവിടെ കാണിച്ചുകൊണ്ടിരുന്നത്? അപ്പോൾ ഹന്ന പറഞ്ഞു, ഞാൻ എൻ്റെ ഹൃദയ വിചാരങ്ങൾ എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ പകരുകയായിരുന്നു. പുരോഹിത, എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യ. പുരോഹിത, എൻ്റെ ചങ്ക് പൊട്ടുകയാണ്. എത്ര നാളാണ് ഞാൻ ഈ ഭാരം കൊണ്ട് നടക്കുന്നത്? ഇനിയും ഒതുക്കി വെക്കാനാവാത്തതുപോലെ, അടക്കി വെക്കാനോ അമർത്തി വെക്കാനോ ആവാത്തതുപോലെ സങ്കടം എൻ്റെ അകത്ത് ഏത് സമയത്തും പൊട്ടിയൊഴുകാവുന്നൊരു അഗ്നിപർവ്വതം പോലെ എൻ്റെ ഹൃദയത്തിൽ ആ ഭാരം ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ്. പുരോഹിത, ഞാൻ ആരോട് പറയാനാണ്? മനുഷ്യർ നമ്മൾ പറയുന്ന വികാരങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ ദൈവത്തോടല്ലാതെ ആരോടാണ് പറയുന്നത്? ഭർത്താവിനോട് പറഞ്ഞാണ് ഇവള് സങ്കടം. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, നീ പിള്ളേരില്ലെങ്കിൽ എന്ത് ഞാനില്ലേ എന്ന് പറഞ്ഞു. പിന്നെ പിള്ളേർക്ക് പകരാവോ ഇങ്ങേര്? കാര്യമൊക്കെ ശരിയാണ്, ഉപദേശം പറയുമ്പോൾ അങ്ങനെ പറയാം. പക്ഷേ പിള്ളേർക്ക് പകരം പിള്ളേര് അല്ലേ സിസ്റ്ററെ? അല്ലേ? അല്ലാതെ പിള്ളേർക്ക് പകരമാവൂ ഭർത്താവ്? ഇല്ല, കുഞ്ഞിന് പകരം കുഞ്ഞേ ആവും. അപ്പോൾ ഭർത്താവിനോട് ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് മക്കളില്ല, നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ലേ? നിങ്ങൾക്ക് എപ്പോഴും ഒരു നോട്ടം അങ്ങോട്ടാണ് കൂടുതൽ, ഞാൻ അത് കാണുന്നില്ല നിങ്ങൾ വിചാരിക്കരുത്. ഇത് മറ്റേ ഭാര്യയോട്, അതുകൊണ്ട് ഞാൻ ഇത് മനസ്സിലാക്കുന്നില്ല നിങ്ങൾ വിചാരിക്കരുത്, എനിക്ക് നല്ല സങ്കടമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞു, നീ എന്തിനാണ് പിന്നെ സങ്കടപ്പെടുന്നത്? നിനക്ക് ഞാനില്ലേ? നിനക്ക് ഞാൻ 10 മക്കളെക്കാളും വലുതല്ലേ? വന്ന കൈയിരുന്ന സാധനം എടുത്തെറിഞ്ഞിട്ട് ഇയാൾക്ക് പറഞ്ഞാലും മനസ്സിലാകത്തില്ലെന്ന് പറഞ്ഞിട്ടാണ് എന്നാൽ പിന്നെ പള്ളിയിൽ പോയേക്കാന്ന് വിചാരിച്ചിറങ്ങിയത്. അപ്പോൾ ഏലി പുരോഹിതനോട് ഹന്ന പറഞ്ഞിട്ടുണ്ടാവും, കെട്ടിയവനോട് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. ഇനി വേറൊരു സ്ത്രീയുണ്ട് വീട്ടിൽ, അവർ എന്നെ പരിഹസിക്കാൻ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ മനുഷ്യർ നമ്മുടെ പ്രയാസം പറയാൻ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ പിന്നെ ആരാ ഉള്ളേ? നമുക്ക് ദൈവമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ വന്നപ്പോൾ ഞങ്ങൾ സ്റ്റാൻഡേർഡൊന്നും നോക്കിയില്ല. എനിക്ക് നമ്മുടെ വല്ലാർപാടത്തെത്തിയിരിക്കുന്ന മക്കളോട് പറയാനുള്ളത്, നമ്മുടേതൊരു സ്റ്റാൻഡേർഡ് മതമല്ല. നിങ്ങൾ ഒത്തിരി അതിനെ സ്റ്റാൻഡേർഡ് ആക്കരുത്. നമ്മുടേതൊരു സ്റ്റാൻഡേർഡ് മതമല്ല എന്ന് പറഞ്ഞാൽ ഈ മതം എന്ന് തന്നെ പറയണ്ട. ഈ വിശ്വാസം ആരംഭിച്ചത് ഒരു മാളിക മുറിയിലാണ്, ഒരു വീടിൻ്റെ 2ാമത്തെ നിലയിലാണ്. ഇപ്പോൾ നമ്മുടെ മക്കൾ ഈ റിലേ റേസിൽ ഈ പന്തം, ഈ വിശ്വാസത്തിൻ്റെ പന്തം കത്തിച്ച് പിടിച്ചുകൊണ്ട് ഓടുന്ന ഈ റിലേ റേസിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ മുമ്പേ നിൽക്കുന്ന ഈ ഓട്ടപ്പന്തയത്തിൽ അതിൻ്റെ ആദ്യത്തെ ഓട്ടം ആരംഭിച്ചത് ഒരു മാളിക മുറിയിലാണ്, ഒരു വീടിൻ്റെ 2ാമത്തെ നിലയിലാണ്. അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് അഗ്നിയായി ഇറങ്ങി വന്നപ്പോൾ അത് കണ്ടപ്പോൾ ആളുകൾ പറഞ്ഞത് ഇവർ കള്ളു കുടിച്ച് വെളിവില്ലാതെ എന്തൊക്കെയോ പറയുന്നു എന്നാണ്. അതായത് ഫ്രം ദ ഡേ 1, from the starting, from the beginning, from the commencement of this spirituality, from day 1, ഈ മതം ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത മതമാണ്. എന്ന് പറഞ്ഞാൽ ഇതെന്താണ് ഈ കാണിക്കുന്നത്? കള്ളു കുടിച്ച പോലെ ഡിസിപ്ലിൻഡ് അല്ലെന്ന് ഞാൻ പറയുന്നത് ശരിക്കും മനസ്സിലാക്കണം. ഡിസിപ്ലിൻഡ് അല്ലെന്ന്. അതുകൊണ്ട് ഓവറായിട്ട് നമ്മളിതിനെ ഡിസിപ്ലിൻഡ് ആക്കണ്ട.
എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പള്ളിയിൽ നിന്ന് കരയാൻ നിങ്ങളുടെ പള്ളിക്കകത്ത് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടാൻ പാടില്ല. ഒരാൾ ഉച്ചത്തിൽ ഒന്ന് കരഞ്ഞാൽ ഉടനെ അയാളുടെ കൈപിടിച്ച് താക്കാൻ പോകരുത്. ഒരാളൊന്ന് ഉച്ചത്തിൽ ഭാഷാവരുത്തി സ്തുതിച്ചാൽ ഉടനെ അയാളുടെ വായിൽ സെലോട്ടെ പൊട്ടിക്കാൻ പോകരുത്. ഉടനെ അയാളെ മാനസിക ആശുപത്രിയിൽ കൊണ്ടുപോകരുത്. ഒരാൾ ബൈബിളും പിടിച്ച് പള്ളി വന്നാൽ ഉടനെ പെന്തക്കോസ്തി ചേർന്നൊന്ന് ചോദിക്കരുത്. മനസ്സിലായോ? അതായത് ഒരുപാടങ്ങ് സ്റ്റാൻഡേർഡ് ആക്കരുത്. ഒത്തിരി സ്റ്റാൻഡേർഡൊന്നും ആവണ്ട. ഇത് ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത മതമാണ്. ഒത്തിരി സ്റ്റാൻഡേർഡ് ഇല്ല ഇതിന്. അപ്പോൾ ഹന്ന പറഞ്ഞു, സാറേ നിങ്ങൾ കണ്ടിട്ടുള്ള ആളുകളെല്ലാം സ്റ്റാൻഡേർഡ് ഭക്തരായിരിക്കും, എനിക്ക് സ്റ്റാൻഡേർഡ് ഇല്ല. കാരണം എന്താണ്? എനിക്ക് എൻ്റെ കർത്താവിൻ്റെ അടുത്ത് സങ്കടം പറയുമ്പോൾ അതിങ്ങനെ സ്കെയിൽ വെച്ച് അളന്ന് ഇതിനപ്പുറത്ത് ഇമോഷൻസ് പോകാൻ പാടില്ല, ഇതിനപ്പുറത്ത് ശബ്ദം ഉയരാൻ പാടില്ല, ഇതിനപ്പുറത്ത് ആരും ബഹളം ഉണ്ടാക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വരച്ചൊന്നും പ്രാർത്ഥിക്കാൻ പറ്റില്ല. എൻ്റെ സങ്കടം ഞാൻ അണപൊട്ടി ഒഴുകിയ സമയത്ത് അതിങ്ങനെ ഒരു നിലവിളിയായി മാറി, അതൊരു അലറിക്കരച്ചിലായി മാറി, അതൊരു ആക്രോശമായും അട്ടഹാസമായും മാറി. അതിനൊരു വരച്ച് അതിനെ നിയന്ത്രിക്കരുത്. അച്ഛാ പുരോഹിത, ഞാൻ എൻ്റെ സങ്കടം എൻ്റെ കർത്താവിനോട് പറയുകയായിരുന്നു എന്ന് അവൾ പറഞ്ഞു. അപ്പോൾ പുരോഹിതന് പെട്ടെന്നൊരു തിരിച്ചറിവുണ്ടായി. അത് പുരോഹിതന് മനസ്സിലായി. നല്ല പുരോഹിതനായിരുന്നു, അതുകൊണ്ട് കറക്ഷൻ കിട്ടിയപ്പോൾ സ്വീകരിച്ചു. പള്ളിയിലെ ചേച്ചിയാണ് കറക്ഷൻ തന്നതെങ്കിലും സ്വീകരിച്ചു. അപ്പോൾ പുരോഹിതൻ പറഞ്ഞു, മോളെ ഐ എം സോറി, ഐ എം റിയലി സോറി, ഞാൻ മനസ്സിലാക്കാതാണ് നിന്നോട് സംസാരിച്ചത്, എനിക്ക് ഒരു അബദ്ധം പറ്റിയതാണ്. നീ എനിക്ക് ഗുഡ് മോർണിംഗ് പറയാതെ കയറി പോകുന്ന കണ്ടപ്പോൾ നീ ഒരു അഹങ്കാരിയാണെന്ന് വിചാരിച്ചു. പിന്നെ നിൻ്റെ പെർഫോമൻസ് കണ്ടപ്പോൾ നിനക്ക് വട്ടാന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ എൻ്റെ മിസ്റ്റേക്കാണ് മോളെ, ഞാൻ അത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. കൊച്ചേ ഐ എം സോറി മോളെ. അപ്പോൾ പറ കൊച്ചേ, നീ എന്തിനാ വന്നേ? അപ്പോൾ നീ ഇത്രയും സങ്കടപ്പെട്ട് എന്തിനാ പ്രാർത്ഥിച്ചേ? അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, പുരോഹിത, എനിക്ക് മക്കളില്ല, ഒരുപാട് കാലമായിട്ട് ഞാൻ കരയാണ് ഈ വിഷയത്തിൽ. അപ്പോൾ പുരോഹിതൻ പറഞ്ഞു, മനസ്സ് നിറഞ്ഞാൽ പറയുന്നത് കേട്ടോ, ഇപ്പോൾ ഒന്നാമത് ഒരു ഇച്ഛാഭംഗമുണ്ട്, തെറ്റിദ്ധരിച്ച് പോയല്ലോ എന്നൊരു പ്രയാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുരോഹിതൻ പറഞ്ഞു, മോളെ നടക്കട്ടടി അതെന്ന് പറഞ്ഞു, നിൻ്റെ ആഗ്രഹം നടക്കട്ടടി കൊച്ചേ, ശരിയാവൂടി, ശരിയാവും, അതിനായിട്ടു. അവൾ ആമയം പറഞ്ഞിട്ട് ഇറങ്ങി അങ്ങ് പോയി. പിന്നെ നമ്മൾ കാണുന്നത് അടുത്ത കൊല്ലം അവൾ ഈ പള്ളി വന്നു. പള്ളി വന്നപ്പോൾ അവളുടെ കയ്യിലൊരു കൊച്ചുണ്ട്. നേരെ വന്നു. ഇത്തവണ അച്ഛനെ കണ്ടപ്പോൾ, ഗുഡ് മോർണിംഗ് ഫാദർ, എന്നെ ഓർമ്മയുണ്ടോ? അപ്പോൾ ഏലി പറഞ്ഞു, മോളെ ഒരു കൊല്ലായാലോടെ കണ്ടിട്ട്, എവിടായിരുന്നു നീ? അവ പറഞ്ഞു, പുരോഹിത, ഞാൻ കഴിഞ്ഞ കൊല്ലം വന്നപ്പോൾ ഓർമ്മയുണ്ടോ, ഞാൻ കൊച്ചില്ലെന്ന് പറഞ്ഞാണ് കരഞ്ഞത്. മോളെ, ഈ പള്ളിയിലെ വേറെ ഏത് ചേച്ചിയെ മറന്നാലും നിന്നെ ഞാൻ മറക്കത്തില്ല. കാരണം നിന്നെപ്പോലെ ഒരാൾ ചങ്ക് പൊട്ടി കരയുന്ന ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് മോളെ, എന്നാ ഉണ്ട് വിശേഷം? ഇത് ആരുടെ കൊച്ചാ? ചേട്ടത്തിയുടെ കൊച്ചാണോ? ആരുടെ കൊച്ചാ ഇത്? അപ്പോൾ പറഞ്ഞു, പുരോഹിത, ഞാൻ കഴിഞ്ഞ കൊല്ലം വന്നപ്പോൾ ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ കരഞ്ഞത്. കഴിഞ്ഞ കൊല്ലം കരഞ്ഞപ്പോൾ ഈ കുഞ്ഞില്ലായിരുന്നു, എന്നാൽ ഈ കൊല്ലം ഈ കുഞ്ഞുണ്ട്. എന്താണ് ഹന്ന പറഞ്ഞത്? ഹന്ന പറയുന്നത്, ഇന്നലെ ഞാൻ കരഞ്ഞത് ഇന്നെൻ്റെ ഒക്കത്തിരിപ്പുണ്ട്. ഇന്നലെ ഞാൻ എന്തിനു വേണ്ടി കരഞ്ഞോ അതെൻ്റെ ഒക്കത്തിരിപ്പുണ്ട്. പാഠം, ഇന്ന് നീ എന്തിനു വേണ്ടി കരയുന്നോ നാളെ അത് നിനക്ക് കയ്യിലെടുക്കാൻ പാകത്തിൽ നിന്റെ കൺമുമ്പിൽ ജീവനോടെ നിൽക്കും. ഇന്ന് നീ കരയുന്നത്, ഹല്ലേലൂയാ, കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ്, ഇന്ന് ഭാരപ്പെട്ടാൽ. അപ്പം അതുകൊണ്ട് 2030 കേരള സഭയ്ക്ക് വേണ്ടി വല്ലാർപാടത്തെ കൺവെൻഷൻ പന്തലിലെ ആദ്യത്തെ ദിവസം നീ ഇരുന്ന് കരഞ്ഞാൽ 2030 വല്ലാർപാടത്ത് ഇന്ന് വന്നതിൻ്റെ 3 ഇരട്ടി ആളുകൾ വന്ന് ദൈവത്തെ ആരാധിക്കും. അവർ പറയും, അവരെന്താ പറയാൻ പോണേന്നറിയാമോ? എൻ്റെ അപ്പൻ കരഞ്ഞതാണ്, എൻ്റെ അമ്മ കരഞ്ഞതിൻ്റെ റിസൾട്ടാണിത്. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് കർത്താവ് വിശ്വസിക്കുക. നിങ്ങൾക്കറിയാവോ, ഇന്ന് ഈ വല്ലാർപാടത്തെ കൺവെൻഷൻ പന്തലിൽ നമ്മളിരുന്ന് ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാമോ, ഈശോ തൻ്റെ മരണത്തിൻ്റെ തലേ ദിവസം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? കർത്താവ് വിശ്വസിക്കുക. അതായത് നമുക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം എടുത്തേ. യോഹന്നാൻ 17 ഈശോയുടെ പ്രാർത്ഥനയാണ് അവിടുത്തെ പ്രതിപാദന വിഷയം. യോഹന്നാൻ 17 എടുക്കാമോ? യോഹന്നാൻ 17
ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ 17 നിങ്ങൾ തുറന്നെങ്കിൽ അവിടെ അതിൻ്റെ തലക്കെട്ട് POC ബൈബിളിൻ്റെ എഡിറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു? ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ 17-ാം അധ്യായത്തെ എന്നെ ശ്രദ്ധിച്ച്, യോഹന്നാൻ്റെ സുവിശേഷം 13, 14, 15, 16, 17 ഇത്ര അധ്യായങ്ങൾ. എത്ര അധ്യായമുണ്ട്? 13, 14, 15, 16, 17. എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? 5 അധ്യായങ്ങളുണ്ട്. ഈ 5 അധ്യായങ്ങൾ അമ്മച്ചി കേട്ടോണേ, ഈ 5 അധ്യായങ്ങൾ ഒറ്റ ദിവസം ഈശോ ശിഷ്യന്മാരോട് സംസാരിച്ചതാണ്. ഒറ്റ ദിവസമാണ് സംസാരിച്ചത്. ഈ 5 അധ്യായങ്ങളെ പറയുന്ന കാര്യങ്ങൾ കുറച്ച് ഭാഗം സംസാരിച്ചത് സെഗിയോൻ മാളികയിൽ വെച്ചിട്ടാണ്, കുർബാന സ്ഥാപിച്ചതിന് ശേഷം. അപ്പോൾ എന്ന് പറഞ്ഞാൽ 13, 14 അധ്യായങ്ങൾ എന്നെ നോക്കിയേ, 13, 14 അധ്യായങ്ങൾ കുർബാനയ്ക്കിടയ്ക്ക് ഈശോ നടത്തിയ പ്രസംഗമാണ്. അച്ഛന്മാരുടെ പ്രസംഗം നീണ്ടുപോകുന്നതിൽ പ്രയാസമില്ലേ നമുക്ക്? കുർബാനയ്ക്കിടയ്ക്ക് പ്രയാസപ്പെടരുത്. കർത്താവ് ഈശോ മിശിഹ ആദ്യത്തെ കുർബാനയ്ക്കിടയ്ക്ക് പ്രസംഗിച്ച പ്രസംഗമാണ് 14, 15 കുർബാനയ്ക്കിടയ്ക്കുള്ള പ്രസംഗമാണ്. സെഗിയോൻ അത്താഴ മേശയെ വെച്ച് നടത്തിയതാണ്. അതുകൊണ്ട് അച്ഛന്മാരുടെ പ്രസംഗം ഒരു 5 മിനിറ്റ് കൂടിയാലും അച്ഛനെ തെറി വിളിക്കരുത്. കാരണം കർത്താവ് ഈശോ മിശിഹ കുർബാനയ്ക്കിടയ്ക്ക് നന്നായിട്ട് സമയമെടുത്ത് പ്രസംഗിച്ചുകൊണ്ടാണ് അച്ഛനെ പ്രസംഗിക്കുന്നത്. പിന്നെ അച്ഛൻ എന്തെങ്കിലുമൊക്കെ കാര്യമുള്ള കാര്യം പ്രസംഗിക്കാൻ നിങ്ങൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ അച്ഛന്മാർ സമയം എടുത്താലും നിങ്ങൾ വിഷമിക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. അപ്പോൾ ഇവിടെ 14, 15 കർത്താവ് ഈശോ മിശിഹ ഈ സെഗിയോൻ അത്താഴ മേശയിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ചു. 13, 14 13 and 14. എന്നിട്ട് 14ൻ്റെ അവസാനത്തെ വാക്യം ഇങ്ങനെയാണ്. യോഹന്നാൻ 14ൻ്റെ അവസാനത്തെ വാക്യം ഇങ്ങനെയാണ്. എന്നാൽ വായിക്കാവോ? എന്നാൽ ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും അവിടുന്ന് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവർത്തിക്കുന്നുവെന്നും ലോകം അറിയണം. എഴുന്നേൽക്കുവിൻ, നമുക്ക് ഇവിടുന്ന് പോവാം. അപ്പോൾ എവിടുന്നാ പോയേ? നിങ്ങൾ പറയണം, എന്നാലേ എനിക്കൊരു ഉഷാറ് വരും. എവിടുന്നാ പോയേ? സെഗിയോൻ മാളികയിൽ. ഇപ്പോൾ കുർബാന കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങി. 15-ാം അധ്യായം തുടങ്ങുന്നതിന് മുമ്പ് പള്ളിയിൽ നിന്ന് ഇറങ്ങി. 15, 16, 17 പ്രാർത്ഥിക്കുന്നത് ഗെത്സമൻ തോട്ടത്തിലേക്ക് 15, 16, 17 പറയുന്നത് ഗെത്സമൻ തോട്ടത്തിലേക്ക് പോകുന്ന വഴിക്കാണ്. ഗെത്സമൻ തോട്ടത്തിലേക്ക് പോകുന്ന വഴിക്കുള്ള സംസാരമാണ് എന്ത്? 15, 16, 17. അപ്പോൾ മരിക്കുന്നതിന്, അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് തൊട്ട് മുമ്പ് 17-ാം അധ്യായത്തിൽ ഈശോ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് 17. ആ 17-ാം അധ്യായത്തെ വിളിക്കുന്നത് ഈശോയുടെ പുരോഹിത പ്രാർത്ഥന എന്നാണ്. എന്താണ് ഈശോയുടെ പുരോഹിത പ്രാർത്ഥന? പ്രീസ്ലി പ്രയർ എന്നാണ് അതിനെ വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് പുരോഹിത പ്രാർത്ഥന എന്ന് വിളിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും പുരോഹിത പ്രാർത്ഥന? ഈശോയെക്കുറിച്ച് എബ്രായ ലേഖനം പറയുന്നത്, ഈശോ ആരാണ്? എടുത്തേ, എബ്രായ ലേഖനം 5-ാം അധ്യായം എടുത്തേ. വേഗം എടുക്കണം, നിങ്ങൾ വേഗം എടുക്കണം. എബ്രായ ലേഖനം 5-ാം അധ്യായം പെട്ടെന്ന് എടുത്താൽ നമുക്ക് അവിടെ ഒരു കാര്യം കാണാൻ പറ്റും. എബ്രായ ലേഖനം 4-ാം അധ്യായം എടുത്തേ. എബ്രായ ലേഖനം 4-ാം അധ്യായം. ഇനി 4 വായിക്കുന്നതിന് മുമ്പ് 3-ാം അധ്യായത്തിൻ്റെ 1 ആദ്യം വായിച്ചിട്ട് 4 വായിക്കാം. ഹെബ്രായർ 3:1 ഉറക്കെ വായിക്ക്. ഹീബ്രൂസ് 3:1 സ്വർഗീയ വെളിയിൽ പങ്കാളികളായ വിശുദ്ധ സഹോദരരെ, നാം ഏറ്റുപറയുന്ന വിശ്വാസത്തിൻ്റെ അപ്പസ്തോലനും ശ്രേഷ്ഠ പുരോഹിതനുമായ യേശുവിനെ പറ്റി ചിന്തിക്കുവിൻ. അപ്പോൾ യേശുവിനെ പറ്റി ഹെബ്രായ ലേഖനം 3-ാം അധ്യായം പറയുകയാണ്, യേശു ശ്രേഷ്ഠ പുരോഹിതനാണ്. ശ്രേഷ്ഠ പുരോഹിതൻ എന്ന് പറഞ്ഞാൽ യേശു മുഖ്യ പുരോഹിതനാണ്, യേശു പ്രധാന പുരോഹിതനാണ്. അപ്പോൾ അതൊന്ന് ഉറക്കെ പറയാമോ? ഞാൻ എന്താ പറഞ്ഞ്? യേശു ആരാണ്? യേശു പ്രധാന പുരോഹിതനാണ്. ഒന്നുള്ള ഉറക്കെ പറഞ്ഞ്, യേശു പ്രധാന പുരോഹിതനാണ്. ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ആ പ്രധാന പുരോഹിതനെ കുറിച്ച് 4-ാം അധ്യായത്തിൽ 14 മുതൽ അടുത്തൊരു ഇൻഫർമേഷൻ കിട്ടും. അത് വായിക്കണം. 4:14 മുതൽ വായിച്ചേ. സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ ദൈവപുത്രനായ യേശു നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം. അപ്പോൾ ഇവിടെ 3-ാം അധ്യായത്തിൽ പറഞ്ഞത് ശ്രേഷ്ഠ പുരോഹിതൻ എന്നാണ്. വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം, ബൈബിൾ ഡീറ്റെയിൽഡായിട്ട് പഠിക്കണം. അതിനാണ് ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നത്. അപ്പോൾ 3-ാം അധ്യായത്തിൽ പറഞ്ഞത് യേശുവിനെ ഉപയോഗിച്ച വാക്ക് ഏതാണ്?
ഉറക്കെ പറയാവോ? ശ്രേഷ്ഠ പുരോഹിതൻ. 4-ാം അധ്യായത്തിൽ ഉപയോഗിച്ചതോ? പ്രധാന പുരോഹിതൻ. ആ വാക്കെന്ന് പറഞ്ഞ് പ്രധാന പുരോഹിതൻ. അപ്പൊ സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം. 15-ാമത്തെ വാക്യം. ഇനി ആ പ്രധാന പുരോഹിതന്റെ പ്രത്യേകത എന്താണ്? 15. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. അതായത് ഈ പുരോഹിതൻ വളരെ സ്ട്രിക്റ്റ് ആണെങ്കിലും പുരോഹിതന് വലിയ സഹതാപമുണ്ട്. ബലഹീനതയുള്ളവരോട് സഹതാപമുള്ള ഒരു പുരോഹിതനാണിത്. എന്നോട് വായിച്ചത്, നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി 5-ാം അധ്യായത്തിൽ ശ്രദ്ധിച്ചേ. 3-ാം അധ്യായത്തിൽ പറഞ്ഞു ശ്രേഷ്ഠ പുരോഹിതൻ, 4-ാം അധ്യായത്തിൽ പറഞ്ഞു പ്രധാന പുരോഹിതൻ. 4-ാം അധ്യായത്തിൽ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. പ്രധാന പുരോഹിതന് എന്തുണ്ട്? നമ്മളോട് നല്ല സഹതാപമുണ്ട്. അതായത് നമ്മുടെ ബലഹീനതകൾ കാണുമ്പോൾ അവൻ അരിശമല്ല വരുന്നത്, പിന്നെന്താ വരുന്നത്? സഹതാപമാണ്. അതായത് നമ്മൾ പിന്നെയും പാപം ചെയ്തു, പിന്നെയും കോപിച്ചു, പിന്നെയും നമ്മൾ അനുസരണക്കേട് കാണിച്ചു, പിന്നെയും നമ്മുടെ പ്രമാണം തെറ്റിച്ചു, നമ്മൾ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ്. കർത്താവേ എന്നെ ശിക്ഷിക്കല്ലേ, എന്നോട് കരുണയാവണമെന്ന് പറയുമ്പോൾ അവന് നമ്മളെ നോക്കുമ്പോൾ എന്താ ചേച്ചിയുള്ളത്? അരിശാണോ? നമ്മളാണ് എന്നാ പറയും? നിന്നോട് ഞാൻ ഒരു 400 തവണ പറഞ്ഞിട്ടില്ലേടാ പൊട്ടാ, ഇനി പിന്നെ എന്നെ കൊണ്ട് ഇങ്ങനല്ലേ നമ്മൾ പറയൂ? അങ്ങനല്ലേ പറയൂ ചേച്ചി? അങ്ങനല്ലേ പറയൂ? നമ്മൾ തവി എടുത്ത് പിള്ളേരുടെ തലക്കടിച്ചിട്ട് എന്താ പറയുന്നത്? ഒരു 10,000 തവണ നിന്നോട് ഞാൻ അങ്ങനല്ലേ പറയുന്നത്? പറ, അങ്ങനല്ലേ? അപ്പം കർത്താവ് അങ്ങനെ ഒരിക്കലും പറയില്ല. കർത്താവ് എന്താ പറയുന്നത്? കർത്താവ് പറയുന്നത്, പിന്നെയും തെറ്റിച്ചല്ലേ, വാ ഞാൻ കഴുകട്ട് നിന്നെ, ഞാൻ കഴുകട്ട്, നീ വൃത്തിയാവട്ട്. അങ്ങനെ നമ്മുടെ ബലഹീനതകളിൽ നമ്മളോട് സഹതപിക്കാൻ കഴിയാത്ത പ്രധാന പുരോഹിതനല്ല. അപ്പോൾ ഞാൻ 3 ഇൻഫർമേഷൻ പറഞ്ഞു പുരോഹിതന്റെ. 1 ശ്രേഷ്ഠ പുരോഹിതനാണ്, 2 പ്രധാന പുരോഹിതനാണ്, 3 ആ പുരോഹിതൻ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയുന്ന, നമ്മുടെ ബലഹീനതകളെ കാണുമ്പോൾ നമ്മളോട് സഹതാപമുള്ള ഒരു പുരോഹിതനാണ്. ഇനി ആ പുരോഹിതൻ ചെയ്തത് പ്രധാനമായും, ഒരു പുരോഹിതൻ എന്ന നിലയിൽ യേശു ചെയ്തത് 2 കാര്യങ്ങളാണ്. ശ്രദ്ധിക്കുക, ഒരു പുരോഹിതൻ എന്ന നിലയിൽ യേശു ചെയ്തത് 2 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് 2 കാര്യങ്ങൾ? പറയുന്നവർക്ക് ഇപ്പം സമ്മാനം തരും. ഇപ്പം സമ്മാനം, ഇത് സമ്മാനം, ഇതെൻ്റെ അല്ല, ഇവിടുത്തെയാണ്. എന്താണ് ഒരു പുരോഹിതൻ എന്ന നിലയിൽ അമ്മച്ചി, ഒരു പുരോഹിതൻ എന്ന നിലയിൽ എന്താണ് അമ്മേ ഈശോ നമുക്ക് വേണ്ടി ചെയ്തത്? പോരട്ടെ. അവൻ നമുക്ക് വേണ്ടി കുരിശിൽ ബലിയർപ്പിച്ചു. നമുക്ക് പകരമായിട്ട് പുരോഹിതന്റെ ജോലിയല്ലേ ബലിയർപ്പിക്കുക? അപ്പോൾ ഒരു നിത്യ പുരോഹിതൻ എന്ന നിലയിൽ, മുഖ്യ പുരോഹിതൻ എന്ന നിലയിൽ, പ്രധാന പുരോഹിതൻ എന്ന നിലയിൽ, എന്നോട് സഹതാപമുള്ള ഒരു പുരോഹിതൻ എന്ന നിലയിൽ യേശു എനിക്ക് വേണ്ടി ചെയ്തത്, എൻ്റെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി അവൻ തന്നെ കുരിശിൽ എനിക്ക് പകരം ബലി അർപ്പിച്ചു. ഇത്രയുള്ള പുരോഹിതൻ ചെയ്തത്. 2ാമത് ഈ പുരോഹിതൻ എനിക്ക് വേണ്ടി വേറൊരു കാര്യം ചെയ്തിട്ടുണ്ട്, വേറൊരു കാര്യം ചെയ്യുന്നുണ്ട്. പുരോഹിതന്റെ ജോലിയുടെ 1-ാം ഭാഗം അവസാനിച്ചു, 2-ാം ഭാഗം തുടരുന്നുണ്ട്. അതാണ് എന്ത് ചെയ്തു പുരോഹിതൻ? എന്ത് ചെയ്തു? അവൻ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പുരോഹിതന്മാർ ഓർത്തോണം, പുരോഹിതന്മാർക്ക് 2 ജോലിയേ ഉള്ളൂ. 1 ബലിയർപ്പിക്കുക, 2 ജനത്തിന് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുക. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അതാണ് പുരോഹിതന്റെ ജോലി. അപ്പോൾ ഒരു പുരോഹിതൻ എന്ന നിലയിൽ കർത്താവ് ഈശോ മിശിഹാ ചെയ്തത് എന്താണ്? വായിക്കണം. ഹെബ്രായ ലേഖനം 5-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ. ഹീബ്രൂസ് 5, 6 and 7 വായിച്ചേ. ഹെബ്രായ ലേഖനം 5-ാം അധ്യായം 6, 7 ഉറക്കെ വായിച്ചേ. അവിടുന്ന് വീണ്ടും പറയുന്നു, അങ്ങനെ ഉറക്കെ വായിച്ചോ. അവിടുന്ന് വീണ്ടും പറയുന്നു, മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം. അപ്പൊ അവിടെ പുരോഹിതനെ കുറിച്ച് 4ാമതൊരു ഇൻഫർമേഷൻ കിട്ടുകയാണ്. എന്താണ്? നിത്യപുരോഹിതൻ, എന്നേക്കും പുരോഹിതനാണ്, നിത്യപുരോഹിതനാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ പൗരോഹിത്യത്തിന് അവസാനമില്ല. അവൻ്റെ പൗരോഹിത്യത്തിന് അവസാനമില്ല. അവൻ്റെ പൗരോഹിത്യത്തിന് അവസാനമില്ല. അപ്പോൾ ഞാൻ പുരോഹിതനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വേഗം പറഞ്ഞേ. 1 ശ്രേഷ്ഠ പുരോഹിതൻ, 2 പ്രധാന പുരോഹിതൻ, 3 സഹതപിക്കാൻ കഴിയുന്ന പുരോഹിതൻ, 4 നിത്യപുരോഹിതൻ. വായിച്ചേ. അപ്പോൾ 6-ാമത്തെ വാക്യം വായിക്കാമോ? അവിടുന്ന് വീണ്ടും പറയുന്നു, മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം
നീ എന്നേക്കും പുരോഹിതനാണ്. അടുത്ത 7-ാമത്തെ വാക്യം, ആ പുരോഹിതൻ ചെയ്തത് എന്താണ്? തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന്. ഇവിടെ സംശയം വരാം, ഇവിടെ എന്താണ് പിതാവിൻ്റെ സന്നിധിയിൽ യേശു പ്രാർത്ഥിച്ചത്? എനിക്ക് അങ്ങോട്ട് വരണമെന്നുണ്ട്, ഞാൻ വരും. നിങ്ങളൊന്നും പറയുന്നില്ല, വേഗം പറ. എന്താണ് പിതാവിൻ്റെ സന്നിധിയിൽ തൻ്റെ ഐഹിക ജീവിതകാലത്ത്? ഐഹിക ജീവിതകാലത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇഹലോക ജീവിതകാലത്ത് എന്ന് പറഞ്ഞാൽ 33 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ യേശു ചെയ്തത് എന്താണ്? യേശു ചെയ്തത്, ശിഷ്യന്മാർ നോക്കുമ്പോൾ ഈശോ ഒരു വചനപ്രദേശത്ത് പോയിരുന്ന് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. പ്രഭാതത്തിൽ ശിഷ്യന്മാർ അവനെ തേടി ചെന്നപ്പോൾ അവനൊരു വചനപ്രദേശത്തിരുന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് കണ്ടു. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈശോയുടെ അടുത്ത് ശിഷ്യന്മാർ ചെന്നിട്ട് പറഞ്ഞു, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. അപ്പോൾ ഈശോ ഒഴിവ് സമയം മുഴുവൻ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾ ഓർക്കണം, നിങ്ങളിത് തിരിച്ചറിയണം. അതായത് ഞാൻ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടോ? പ്രാർത്ഥിക്കേണ്ടത് എന്തുകൊണ്ടാണ് എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും അച്ഛൻ, ഏതെങ്കിലും സിസ്റ്റർ, ഏതെങ്കിലും ദൈവമക്കൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ 5 മിനിറ്റ് ബ്രേക്ക് കിട്ടിയാൽ എന്ത് ചെയ്യുമായിരുന്നു? പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് അവൻ്റെ പ്രാർത്ഥനയുടെ ലാവണ്യം കണ്ടപ്പോഴാണ് അപ്പസ്തോലന്മാർ ചോദിക്കുന്നത്, കർത്താവേ ഞങ്ങളെയും കൂടെ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാവോ? അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് ആരാണ്? യേശുവാണ്, അല്ലേ? റോമർ 8 പറയും, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞൂടാ. നമുക്ക് പറ, അറിഞ്ഞൂടാ. പറ അറിഞ്ഞൂടാ. അത് പറയണം. ആരോട് പറയണം? ഈശോയുടെ അടുത്ത് എന്നിട്ട് പറയണം, കർത്താവേ എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. അതൊരു വചനമാണ്. അപ്പോൾ ഒന്ന് ഉറക്കെ പറഞ്ഞാലോ, കർത്താവേ, ഉറക്കെ പറയാവോ, കർത്താവേ എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ഓ, അത് നന്നായിട്ട് പ്രാർത്ഥിച്ചേ. കർത്താവേ എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ഒന്നുകൂടെ പ്രാർത്ഥിച്ചേ, കർത്താവേ എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ഇനി ഹെബ്രായർ 5 തിരിച്ചു വരിക. ഇവിടെ ഹെബ്രായ ലേഖന കർത്താവ് പറയുകയാണ്, യേശു ജീവിച്ചിരുന്ന കാലത്ത്, യേശു തൻ്റെ ഐഹിക ജീവിതകാലത്ത് എങ്ങനെ പ്രാർത്ഥിച്ചേ? ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചേ? അങ്ങനെയല്ല. പള്ളി കയറിയ ഉടനെ യേശു അങ്ങനെയാണോ? അല്ല. എങ്ങനെ പ്രാർത്ഥിച്ചേ? കണ്ണുനീരോടും വിലാപത്തോടും കൂടെ കരഞ്ഞോണ്ട് പ്രാർത്ഥിച്ചു. യേശു എങ്ങനെ പ്രാർത്ഥിച്ചേ? കരഞ്ഞോണ്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ യേശുവിന്? ഉണ്ടോ? പറ. യേശു അങ്ങനെ പ്രാർത്ഥിച്ചില്ലേലും പിതാവിന് എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഇല്ല. ഇനി എന്താ പ്രാർത്ഥിച്ചത്? മരണത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ. ശ്രദ്ധിക്കണേ. ഹലോ, എന്താ പ്രാർത്ഥിച്ചേ? കണ്ണാടി വെച്ച അമ്മച്ചി എന്താ പ്രാർത്ഥിച്ചേ? മരണത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന്. ആര് പ്രാർത്ഥിച്ചു? യേശു. അതിനകത്തൊരു പൊരുത്തക്കേടുണ്ടല്ലോ സിസ്റ്ററെ. മരണത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് യേശു പ്രാർത്ഥിച്ചെന്ന്. അത് നാണക്കേടായിപ്പോയല്ലോ. മരിക്കാൻ വേണ്ടി വന്നവൻ പിതാവിനോട് പറയാണ്, മരണത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാവോ എന്ന് നാണക്കേടല്ലേ അത്? നാണക്കേടല്ലേ ചേച്ചി? നാണക്കേടാണ്. എന്നിട്ട് അടുത്ത വാക്യം പറയുകയാണ്, ദൈവഭയം മൂലം അവൻ്റെ പ്രാർത്ഥന, സിസ്റ്ററെ, പ്രാർത്ഥന കേട്ടെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ച വിഷയത്തിൽ ഒരു തീരുമാനം കിട്ടി. എന്താ പ്രാർത്ഥിച്ചേ? മരണത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേന്ന്. അത് നടന്നു എന്നായി പറയുന്നേ. അപ്പം നടന്നെങ്കിൽ യേശു മരണത്തിൽ നിന്ന് രക്ഷപ്പെടണ്ടേ? ഹലോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇത്? ഹലോ, ക്യാ ബോൽത്തെ? എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? അതായത് യേശു പ്രാർത്ഥിച്ചെന്ന്. എന്ത് പ്രാർത്ഥിച്ചു? മരണത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേന്ന്. ആ പ്രാർത്ഥന ദൈവം കേട്ടു. ദൈവഭയം മൂലം, അടുത്ത വാക്യം അതാണ്, ദൈവഭയം മൂലം അവൻ്റെ പ്രാർത്ഥന കേട്ടു. അപ്പോൾ മരണത്തിൽ നിന്ന് രക്ഷിക്കണ്ടേ? യേശുവിനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചോ? യേശു മരണത്തെ അതിജീവിച്ചോ സിസ്റ്ററെ? ഇല്ല. അതിജീവിച്ചോ? മരണത്തിൽ നിന്നില്ല, മരിച്ചില്ലേ? എന്നാ ഈ പറയുന്നത്? മരിച്ചില്ലേ? ഒരു ഇടി എന്നുണ്ടല്ലോ, മരിച്ചില്ലേ സിസ്റ്ററെ? മരിച്ചു.
സിസ്റ്റർ ഇനിയും നാളെ ഏറ്റവും പറയിലിരിക്കും. മരിച്ചു, അയ്യോ മരണത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥന കേട്ടെന്ന് പറഞ്ഞിട്ട് മരിച്ചു. അപ്പം ഇവിടെ എന്തോ ഒരു കുഴപ്പമുണ്ട്. അപ്പം യേശുവിൻ്റെ മരണത്തിൽ നിന്ന് രക്ഷിക്കണേ നല്ല യേശു പ്രാർത്ഥിച്ചത്. പിന്നെ ആരുടെ മരണത്തിൽ നിന്നാണ്? യേശു ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് ആരായിട്ടാണ്? അതിനുത്തരം പറഞ്ഞാൽ കിട്ടും. ആരായിട്ടാണ്? പറയൂ. പുരോഹിതനായിട്ട്. വെരി ഗുഡ്. യേശു പ്രാർത്ഥിക്കുന്ന ആരായിട്ടാണ്? പുരോഹിതനായിട്ടാണ്. പുരോഹിതൻ പ്രാർത്ഥിക്കുന്നത് തനിക്ക് വേണ്ടിയിട്ടല്ല, പിന്നെ ആർക്ക് വേണ്ടിയാണ്? തൻ്റെ പുറകിൽ നിൽക്കുന്ന ജനത്തിന് വേണ്ടിയിട്ടാണ് പുരോഹിതൻ പ്രാർത്ഥിക്കുന്നത്. പുരോഹിതന്റെ പൗരോഹിത്യ പ്രാർത്ഥന തനിക്ക് വേണ്ടിയിട്ടല്ല. പുരോഹിതൻ ജനത്തിന് പകരം, ജനത്തിന് വേണ്ടി, ജനത്തിൻ്റെ മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ജനത്തിന് വേണ്ടി. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ യേശു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം നിത്യപുരോഹിതനായ യേശു പ്രാർത്ഥിച്ചത് തനിക്ക് വേണ്ടിയിട്ടല്ല, തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കണേ എന്നല്ല. പിന്നെ ആരെയാണ്? എൻ്റെ പുറകിൽ നിൽക്കുന്ന എൻ്റെ അനുജന്മാരെയും അനുജത്തിമാരെയും മരണത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് യേശു പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ശ്രദ്ധിക്കുക. ഒരു പുരോഹിതനെന്ന നിലയിൽ യേശു രണ്ട് കാര്യമാണ് ചെയ്തത്. ഒന്ന്, തന്നെ തന്നെ ബലിയർപ്പിച്ചു. രണ്ട്, നമ്മൾ നിത്യമരണത്തിൽ പെടരുതേ എന്ന് പ്രാർത്ഥിച്ചു. അത് ഇഹലോക ജീവിതകാലത്ത് ആ പ്രാർത്ഥന അവസാനിച്ചില്ല. ഇപ്പോഴും യേശു ആ പ്രാർത്ഥന തുടരുന്നു, ഇല്ലേ? റോമർ 8:31 മുതൽ വായിക്ക്. റോമർ 8:31 മുതൽ ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? വായിക്കേ, എടുക്ക്. റോമർ 8:31 മുതൽ നാം എന്താണ് പറയേണ്ടത്? എല്ലാവരും എടുത്ത്. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും? നീതീകരിക്കുന്നവൻ, ഉറക്കെ വായിക്കുക, നീതീകരിക്കുന്നവൻ ആരാണ് ശിക്ഷാവിധി നടത്തുക? നിർത്തിക്കേ. അപ്പോസ്തലൻ പറയുകയാണ്, ആരാണ് എന്നെ ശിക്ഷിക്കാൻ പോകുന്നത്? നിങ്ങൾ എന്നെ കുറ്റം പറയുകയാണ്. അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ എന്നെ കുറ്റം പറയുകയാണ്. അതിനെക്കുറിച്ച് ഞാൻ എന്താ പറയണ്ടേ? അപ്പോസ്തലനെ ആരോ കുറ്റപ്പെടുത്തി. അപ്പൊ അപ്പോസ്തലൻ പറയാണ് ഇതിനെക്കുറിച്ച്, അതിനെക്കുറിച്ച്, ഇതിനെക്കുറിച്ച് നിങ്ങൾ ഈ കുറ്റമല്ല എന്നെക്കുറിച്ച് പറയുന്നതിനെ ഞാൻ എന്താ പറയണ്ടേ? ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും? നീതീകരിക്കുന്നത് നിങ്ങളല്ല, പിന്നെ ആരാ? ദൈവമാണ്. നിങ്ങൾ കുറ്റമൊന്നും പറയണ്ട. നീതീകരിക്കുന്ന ആരാ? ദൈവമാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ആരാണ് ശിക്ഷിക്കാൻ എന്നെ? ഇനി ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാണ് എന്നെ ശിക്ഷിക്കാൻ പോകുന്നത്? ആരാണ് ശിക്ഷാവിധി നടത്തുന്നത്? ആരാണ്? അത് ഉള്ളതുപോലെ പറ. അതിനകത്തുള്ളതുപോലെ പറ. ഉഴപ്പാത്. അതിനകത്തുള്ളതുപോലെ പറ. ആരാണ് ശിക്ഷാവിധി നടത്തുക? മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവനും. പറഞ്ഞേ, മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവനും. പറ, മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവനും. അടുത്തത്, ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശു ക്രിസ്തു എന്ന എന്നോട് സഹതപിക്കാൻ കഴിയുന്ന പ്രധാന പുരോഹിതൻ എനിക്ക് വേണ്ടി ഈ ഐഹിക ജീവിതകാലത്ത് കണ്ണുനീരോടും വലിയ വിലാപത്തോടും കൂടെ യാതനകളും പ്രാർത്ഥനകളും സമർപ്പിച്ച് എനിക്ക് പകരം തൻ്റെ ജീവൻ തന്ന് എനിക്ക് വേണ്ടി ഇപ്പോഴും പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് മാധ്യസ്ഥം വഹിക്കുന്ന യേശുവാണ് എന്നെ വിധിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നീ നിന്റെ പാട്ടിന് പോകാൻ പറയണം. അപ്പോസ്തലൻ ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. പറന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ ഹല്ലേലൂയാ. എന്താണ് ഇവിടെ പറയുന്നത്? അതായത് ആരാണ് ശിക്ഷാവിധി നടത്തുക? മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവനും ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്ന് എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശു ക്രിസ്തു തന്നെ. ഒരു പുരോഹിതൻ എന്ന നിലയിൽ യേശു ഇപ്പോൾ എന്താണ് നിനക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്? പറയൂ. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് യേശു. നിന്റെ അമ്മ പ്രാർത്ഥിച്ചില്ലെങ്കിലും, നിന്റെ അപ്പം പ്രാർത്ഥിച്ചില്ലെങ്കിലും, നിനക്ക് വേണ്ടി സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്ന് യേശു കർത്താവ് മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയാ. ഇത് നീ വിശ്വസിച്ചാൽ, ഇത് നീ ഏറ്റെടുത്താൽ നിനക്ക് കിട്ടാൻ പോകുന്നത് ധൈര്യമാണ്. ധൈര്യം. ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും? മനസ്സിലായോ?
അതായത് ഒരാൾ പറയാണ് നിന്റെ കുടുംബത്തിനെതിരെ ആഭിചാരം ചെയ്തിട്ടുണ്ട്. ആഭിചാരം ചെയ്തിട്ടുണ്ടോ? ആണോ? എത്ര ആഭിചാരം ചെയ്തിട്ടുണ്ട്? 12 ആഭിചാരം. ആണോ? 12 ചെയ്തിട്ടുണ്ടല്ലേ? വെരി ഗുഡ്. അപ്പൊ ആ ദൈവമകൻ, ആ ദൈവമകൾ ഇത് ബോധ്യമുണ്ടെങ്കിൽ എന്ത് പറയും? ഇതിനെക്കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശു ഒരു പുരോഹിതൻ എന്ന നിലയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആഭിചാരത്തിന് എന്നെ തൊടാൻ പറ്റില്ല എന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ ഹല്ലേലൂയാ. ആഭിചാരത്തിന് തൊടാൻ പറ്റില്ലെന്ന് നീ വിശ്വസിച്ചാൽ ആഭിചാരത്തിന് നിന്നെ തൊടാൻ പറ്റില്ല. ഈശോ ഓരോ അത്ഭുതവും ചെയ്തപ്പോ ഓരോ അത്ഭുതത്തിന് ശേഷം യേശു പറഞ്ഞു, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. ശ്രദ്ധിക്കാവോ? വിശ്വാസത്തിന്റെ വിപരീത പദം ഭയം. മലയാള ഭാഷാ വ്യാകരണം അനുസരിച്ച് തെറ്റാണ്, അവിശ്വാസമാണ്. പക്ഷേ ബൈബിൾ അനുസരിച്ച് വിശ്വാസത്തിന്റെ വിപരീത പദം ഭയം. ഭയം. റോമർ 8:15 നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് പറയാവോ ഹല്ലേലൂയാ? വിശ്വാസത്തിന്റെ വിപരീത പദം ഭയം. പറ ഭയം, ഭയം. അപ്പോ ഭയമുള്ളവർക്ക് എന്തില്ല? അത്രേ ഉള്ളൂ. അത്രയും സിമ്പിളാണത്. ഭയമുള്ളവർക്ക് എന്തില്ല? ഞാനീ പറയുന്നത് പാമ്പിനെ പേടി, പാറ്റയെ പേടി, പല്ലിയെ പേടി അല്ല. അതല്ല ഈ പറയുന്നത്. അതല്ല. അത് നിങ്ങൾ ചെറുപ്പത്തിൽ പാമ്പിനെ കണ്ട് പേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേടി കാണാം. പാമ്പിനെ പേടി, പല്ലിയെ പേടി, പാറ്റയെ പേടി, വെള്ളത്തെ പേടി, ഇരുട്ടിനെ പേടി അതല്ല ഇത്. ജീവിതത്തെ ഭയം. ഭയത്തിന്റെ ഏറ്റവും നല്ല എക്സ്പ്രഷൻസ് എന്തെന്നറിയാം? പോസ്റ്റ് കോവിഡ് ഡിപ്രഷൻ. പോസ്റ്റ് കോവിഡ് ഡിപ്രഷൻ, ആങ്സൈറ്റി, ഡിപ്രഷൻ, ഉത്കണ്ഠ, ഭാരം, ഭയം, നിരാശ, അമിത ദുഃഖം, ആത്മഹത്യാ ചിന്ത. കോവിഡ് കഴിഞ്ഞിട്ട് ഇതേ ഉള്ളൂ. ആളുകൾ വന്ന് പറയുന്നത് മുഴുവൻ എവിടെ ചെന്നാലും ഏത് രാജ്യത്ത് ചെന്നാലും ഒരു 10 പേരെങ്കിലും വന്നിട്ട് പറയും പേടിയാച്ചാ, പേടി കാരണം ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, പേടി. എത്ര പേരാ പറയുന്നതെന്നറിയോ? കോവിഡിന് ശേഷം സാത്താൻ ആഴത്തിൽ വേരിറക്കിയ പൈശാചിക ബന്ധനമാണ് ഭയം. പൊട്ടിക്കണ്ടേ? നമുക്കതിനെ പൊട്ടിക്കണ്ടേ? അതിന്റെ വേരോടെ സമൂലം, അതിന്റെ വേരോടെ പിഴുത് ആ ചെങ്ങല അതിന്റെ അടിയിൽ നിന്ന് പൊട്ടിച്ചെറിയണ്ടേ? വേണ്ടേ? വിശ്വാസത്തിന്റെ വിപരീത പദം ഭയം. അപ്പൊ ഭയത്തിന്റെ വിപരീത പദം വിശ്വാസം. വിശ്വാസം എന്താണ്? നമ്മൾ വിശ്വസിക്കുന്നത്. ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ എന്നോട് ഒരാൾ പറയണം, അച്ഛൻ സൂക്ഷിക്കണം, അച്ഛനെതിരെ ബ്ലാക്ക് മാസ് നടത്തുന്നുണ്ട്, അച്ഛൻ സൂക്ഷിക്കണം. എന്താണ് എൻ്റെ മറുപടി? എന്താണ് എൻ്റെ മറുപടി? ബ്ലാക്ക് മാസ് ചെയ്തോട്ടെ, എന്താ എൻ്റെ മറുപടി? പറ. എന്താ എൻ്റെ മറുപടി? എന്താ? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? ഇതിനെക്കുറിച്ച് ഞാൻ എന്താ പറയണ്ടേ? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും? സങ്കീർത്തനം 16:8 കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്, അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. കേട്ടോണം. എറണാകുളം നഗരം, വല്ലാർപാടം, തൃശ്ശൂർ, ഇരിങ്ങാലക്കുട, ചാലക്കുടി, കോട്ടയം, തിരുവല്ല, തിരുവനന്തപുരം എല്ലാം കേട്ടോണം. എന്താ? കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്, അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. നിങ്ങൾ 4 ദിവസം വരണം. 4ാമത്തെ ദിവസം ഞാൻ നിങ്ങൾക്ക് മോശയുടെ വടി തരാം. മോശയുടെ വടി 4ാമത്തെ ദിവസം വരുന്ന എല്ലാവർക്കും ഞാൻ തരും. മോശയുടെ വടി. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ആ വടി കൊണ്ട് നിങ്ങൾക്ക് ഒരു കടലിനെ മുറിക്കാം.
ആ വടി കൊണ്ട് നിങ്ങൾക്കൊരു പാറയിൽ നിന്ന് പ്രളയമൊഴുക്കാം. ആ വടി കൊണ്ട് നിങ്ങൾക്ക് മരുഭൂമിയിലെ സകല പ്രതിസന്ധികളെയും അതിജീവിക്കാം. ആ വടി വീശിയാൽ നിങ്ങൾക്ക് ആഹാരം വരും. ആ വടി വീശിയാൽ നിങ്ങൾക്ക് വേണ്ടി ആകാശം മന്ന പൊഴിക്കും. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ ഹല്ലേലൂയ. നാലാമത്തെ ദിവസമേ തരൂ വടി. വടി 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 മോശയുടെ വടി. പേടിക്കരുത്. ക്രിസ്ത്യാനി ഭയക്കാൻ പാടില്ല. ക്രിസ്ത്യാനിക്ക് ഭയമില്ല. എന്താ കാര്യം? ഭയമില്ല. നിങ്ങൾക്കറിയാമോ? അതായത് ഈ എന്താണ് പേര്, അതായത് ഒരു വിശുദ്ധ, പേര് പെട്ടെന്ന് കിട്ടുന്നില്ല, പേര് മറന്നുപോയി. ഇന്നലെ കൂടി ഓർത്താണ്, മറന്നുപോയി. കൂടെയുള്ള ഒരു അടിമപ്പെണ്ണുണ്ട്. അടിമപ്പെണ്ണിൻ്റെ പേര് ഫെലിസിറ്റി. കൂടെയുള്ള വിശുദ്ധ, കാർത്തേജിൽ നിന്നുള്ള വിശുദ്ധ. എന്താണ്? പെർപ്പച്ചുവ. അത് തന്നെ, പെർപ്പച്ചുവ ആൻഡ് ഫെലിസിറ്റി. രണ്ട് വിശുദ്ധരാണ്, പെർപ്പച്ചുവയും ഫെലിസിറ്റിയും. കേട്ടോണേ, മെഡിസിറ്റി അല്ല, ഫെലിസിറ്റി. പേരെന്താണ്? പെർപ്പച്ചുവയും ഫെലിസിറ്റിയും. ആദിമ ക്രിസ്തീയ രക്തസാക്ഷികളുടെ പേരുകൾ എടുത്താൽ അതിലെ രണ്ട് പ്രധാനപ്പെട്ട പേരാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ പെർപ്പച്ചുവ ജയിലിൽ വെച്ച് ഡയറി എഴുതുമായിരുന്നു. അപ്പോൾ ആ ഡയറി ഉള്ളത് കൊണ്ടാണ് കൃത്യമായ ഡോക്യുമെൻ്റ് ഉണ്ട്, ഈ തെളിവുണ്ട്, കൃത്യമായ ഡോക്യുമെൻ്റ് ഉണ്ട്, അവൾ എഴുതിയ രേഖയുണ്ട് ജയിലിൽ നടന്ന കാര്യങ്ങൾ. പെർപ്പച്ചുവയുടെ അപ്പൻ പറഞ്ഞു, രാജാവ് പറഞ്ഞിരിക്കുകയാണ്, യേശു എന്ന നാമം പറഞ്ഞാൽ, യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ കൊല്ലും. അപ്പോൾ പെർപ്പച്ചുവ യേശുവിൽ വിശ്വസിച്ചു. വയസ്സ് 22, കല്യാണം കഴിഞ്ഞു, ഒരു കുഞ്ഞിന് ജന്മം നൽകി. അപ്പോൾ ചെറിയ കുഞ്ഞ്, മുലപ്പാല് കുടിക്കുന്ന അത്രയും ആ പ്രായത്തിലുള്ള ചെറിയ കുഞ്ഞ്. ഇവളുടെ അടിമയാണ്, ഇവളുടെ കൂടെയുള്ള അവളുടെ കൂട്ടുകാരി അല്ലെങ്കിൽ അവളുടെ അടിമ പെണ്ണാണ് ഫെലിസിറ്റി. അവൾ ഗർഭിണി. ഇവിടെ കയ്യിലൊരു കൊച്ച്, അവിടെ വയറ്റിലൊരു കൊച്ച്. ഇവക്ക് വയസ്സ് 22, പെർപ്പച്ചുവ 22 വയസ്സുള്ള ആ പെൺകുട്ടി പറഞ്ഞു, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു. അപ്പം പറഞ്ഞു, മക്കളെ മിണ്ടല്ലേ, നീ ക്രിസ്ത്യാനിയാണെന്ന് പറയല്ലേ. അപ്പൻ രാജകൊട്ടാരത്തിൽ ജോലിയുള്ള ആളാണ്. രാജാവ് പറഞ്ഞ കൊന്നുകളെ നിന്നെ ജയിലിലടയ്ക്കും. അപ്പം പറഞ്ഞു, അപ്പാ ഈ കുടത്തിന് കുടവെന്നല്ലാതെ വേറെന്തെങ്കിലും പറയാൻ പറ്റുമോ? അപ്പം ഈ കുടത്തെ കുടയെന്ന് പറയാൻ പറ്റുമോ അപ്പാ? ഈ കുടത്തെ കല്ലെന്ന് പറയാൻ പറ്റുമോ അപ്പാ? ഈ കുടത്തെ മണ്ണെന്ന് പറയാൻ പറ്റുമോ അപ്പാ? പറ്റില്ല. കുടത്തെ എന്ത് വിളിക്കാൻ പറ്റുമോ അപ്പാ? കുടവെന്നല്ലേ വിളിക്കാൻ പറ്റൂ. ഒരു ക്രിസ്ത്യാനിയായ ഞാൻ ഒരു ക്രിസ്ത്യാനിയാണെന്നല്ലാതെ പിന്നെന്ത് പറയാനാ? അറസ്റ്റ് ചെയ്തു, ജയിലിലിട്ടു. ചോര കുഞ്ഞിനെയും കൊണ്ട് അപ്പൻ ജയിൽ അഴികൾക്ക് വെളിയിൽ വന്ന് നിൽക്കുകയാണ്. കുഞ്ഞാണെങ്കിൽ ശ്വാസം കിട്ടാതെ വാവിട്ട് കരയുന്നു. അങ്ങനെ കരയുന്ന സമയത്ത് അപ്പം പറഞ്ഞു, കൊച്ചിൻ്റെ കരച്ചിൽ കേട്ടിട്ടില്ല മോളെ, ഒരു സെക്കൻഡ് നേരത്തേക്ക് വെറുതെയെങ്കിലും പറ യേശുവിൽ വിശ്വസിക്കുന്നില്ലെന്ന്. വെളിയിലിറങ്ങിയിട്ട് വിശ്വസിച്ചോ? ബി പ്രാക്ടിക്കൽ. കൊച്ചിനെ ഓർത്ത് പറ. അവൾ പറഞ്ഞു, അപ്പ എനിക്ക് ഒരു ഉപകാരം ചെയ്താൽ മതി, ഈ കൊച്ചിനെ അപ്പം വീട്ടിൽ കൊണ്ടുപോകാമോ? ഇവിടെ നിർത്തി കരയിക്കാതെ അങ്ങ് കൊണ്ടുപോകാമോ? ഇനി കൊച്ച് കരഞ്ഞാലും കൊച്ചിനെ അപ്പൻ ഇവിടെ നിർത്തിയാലും കൊച്ച് ഇവിടെ കിടന്ന് മരിച്ചാലും, അപ്പാ എൻ്റെ കർത്താവിനെ ഞാൻ തള്ളി പറയില്ല, ഞാൻ ക്രിസ്ത്യാനി അല്ലെന്ന് പറയില്ല. ഇങ്ങനെ എനിക്ക് പറയാൻ പറ്റൂ. കൊളോസിയത്തിൽ കൊണ്ടുപോയി ഒടുവിൽ കൊല്ലുകയാണ്. ഒരു പശുവിൻ്റെ വാലിൽ കെട്ടി വലിച്ചടിച്ച് കൊണ്ടുപോയിട്ട് പിന്നെ ഒടുവിൽ കഴുത്ത് വെട്ടി കൊല്ലുകയാണ്. അങ്ങനെ കൊല്ലുന്ന സമയത്ത്, കൊന്നു കഴിയുമ്പോൾ ഇവളുടെ കൂടെയുള്ള സെർവൻ്റ് ഗേൾ ഫെലിസിറ്റി, അടിമപ്പെണ്ണ്, അവൾ ഗർഭിണിയായിരുന്നു. കൊല്ലുന്നതിന് 2 ദിവസം മുമ്പ് അവൾ പ്രസവിച്ചു. ഈ കുഞ്ഞിനെ അപ്പുറത്തെ സെല്ലിലോട്ട് മാറ്റി. ആ കുഞ്ഞ് ശ്വാസം കിട്ടാതെ കരയുകയാണ്, മുലപ്പാലിന് വേണ്ടി കരയുകയാണ്. കരയുമ്പോൾ പട്ടാളക്കാർ പറഞ്ഞു, യേശുവിനെ തള്ളിപ്പറയാമെങ്കിൽ കൊച്ചിനെ ഇവിടെ അടുത്തുകൊണ്ട് കിടത്താന്ന് പറഞ്ഞു. അപ്പുറത്തെ സെല്ലിൽ പ്രാണം കിട്ടാതെ കൊച്ചു കിടന്ന് വാവിട്ട് രാത്രിയും പകലും ഇല്ലാതെ കരയുമ്പോൾ ആ ജയിലിൻ്റെ
ഭിത്തിയിൽ തല ചേർത്ത് വെച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, കൊച്ചു മരിച്ചാലും എനിക്ക് കർത്താവിനെ തള്ളി പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞു. റെക്കോർഡഡ് ഹിസ്റ്ററിയാണ് ഞാൻ പറയുന്നത്, കഥയല്ല. ആരുടെയോ ഭാവനാവിലാസത്തിൽ വിരിഞ്ഞ കൽപ്പിത കഥയല്ല. സെന്റിമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ ഉണ്ടാക്കിയ കുക്ക് ചെയ്ത കഥയല്ല. ദിസ് ഈസ് വെൽ ഡോക്യുമെന്റഡ് ഇൻ ഹിസ്റ്ററി. ശ്വാസം കിട്ടാതെ, മുലപ്പാല് കിട്ടാതെ കുഞ്ഞ് മരിച്ചു സെല്ലിൽ. ഇവളെയും കൊണ്ടുപോയി കഴുത്തറുത്ത് കൊന്നു. ഞാൻ പറയുന്നത്, ഈ ജാതിക്ക് പേടിയില്ലെന്ന്. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറ. മനസ്സിലായി? ഈ ജാതിക്ക് പേടിയില്ല, പേടിയില്ല. മനസ്സിലായി? പേടിപ്പിച്ച് ഈ ജനതയെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭയമില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ഭയമില്ലാത്തത് എന്തുകൊണ്ട്? വിശ്വാസം ഉള്ളത് കൊണ്ട്. വിശ്വാസം ഉള്ളത് കൊണ്ട്. പോളികാർപ്പ് എന്ന് പറയുന്ന മെത്രാനോട് പറഞ്ഞു, 80+ ആയിരുന്നു, 80 വയസ്സിന് മേളിൽ പ്രായം ഉണ്ടായിരുന്നു. തള്ളി പറയാൻ പറഞ്ഞു. തള്ളി പറഞ്ഞിട്ട് കുറച്ചു നാളോട് സന്തോഷമായിട്ട് ജീവിക്കാൻ പറഞ്ഞു. മെത്രാൻ പറഞ്ഞു, 80 കൊല്ലം അങ്ങേരെന്നെ തള്ളി പറഞ്ഞിട്ടില്ല, പിന്നെ ഞാൻ അങ്ങേരെ തള്ളി പറയുമോ? 80 കൊല്ലം അങ്ങേരെന്നെ തള്ളി പറഞ്ഞിട്ടില്ല, പിന്നെ ഞാൻ തള്ളി പറയുമോ? ഓടാന്ന് പറഞ്ഞു. നീ ഒന്നോ എഴുന്നേറ്റ് നിൽക്ക്. പുരോഹിതൻ ആരാ? നമ്മുടെ ഈ ലോക്കൽ അച്ഛന്മാരൊന്നും അല്ല. മനസ്സിലായി? നിങ്ങൾ കാണുന്ന നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ലോക്കൽ അച്ഛന്മാർ, എഴുന്നേറ്റ് നിൽക്ക്. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ലോക്കൽ അച്ഛന്മാരല്ല. പുരോഹിതൻ, മേളിൽ ഒരു ഒന്നാം തരം ബെസ്റ്റ് ഇറ്റേണൽ ഹൈ പ്രീസ്റ്റ്. എനിക്ക് മുഖ്യ പുരോഹിതൻ യേശു, എൻ്റെ ബലഹീനതകളിൽ സഹതപിക്കുന്ന യേശു, എനിക്ക് വേണ്ടി കണ്ണുനീരോടെ രാപകൽ പ്രാർത്ഥിക്കുന്ന യേശു എൻ്റെ പുരോഹിതൻ. അവൻ്റെ നാമത്തെ നാം ഈ പന്തലിൽ ഉയർത്തുന്നു. ഉറക്കെ പറ ഹല്ലേലൂയാ. നമ്മൾ അവൻ്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്നു. പറ ഹല്ലേലൂയാ. അവൻ ലോകത്തിന്റെ ഏകരക്ഷകനാണെന്ന് നാം ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മക്കളെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എൻ്റെ പുരോഹിതൻ, എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിച്ച, എന്നെ സ്നേഹിച്ച, ഗലാത്യർ 2:20 എന്താണ്? ഗലാത്യർ 2:20, ഞാൻ യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണല്ലോ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം, ശ്രദ്ധിക്കാവോ, എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ് എൻ്റെ ജീവിതം. വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതം. ആരിൽ? എന്നെ സ്നേഹിക്കുകയും. ആ ലൈനിൻ്റെ പഞ്ച് നിങ്ങൾക്ക് പിടിയിട്ടുന്നുണ്ടോ? അത് വെറുതെ ഒരു വാചകമായിട്ട് നിങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ പോവല്ലേ. എന്നെ സ്നേഹിക്കുകയും. മനസ്സിലായോ? സ്നേഹമാണ്, ആണിയല്ല അവനെ കുരിശോട് ചേർത്ത് ബന്ധിച്ചത്. സ്നേഹമാണ്, ആണിയല്ല, സ്നേഹമാണ്. എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതം. അതുകൊണ്ട് ഈ കൺവെൻഷന്റെ 1-ാമത്തെ ദിവസം, പ്രിയമക്കളെ, എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന പ്രധാന പുരോഹിതനായ യേശു എനിക്കുണ്ട്. പറ ഹല്ലേലൂയാ. അതാണ് റോമർ 16:8. അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. പറ, ഞാൻ കുലുങ്ങുകയില്ല. മനസ്സിലായോ? നിങ്ങളെ പിടിച്ചു കുലുക്കുന്ന 1000 അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാം. മനസ്സിലായോ? ചില്ലുമഴ പോലെ സങ്കടങ്ങൾ നിങ്ങളുടെ നെഞ്ചിനെ കീറി മുറിച്ചുകൊണ്ട് പെയ്തിറങ്ങാം. നിങ്ങളുടെ ചുറ്റിനും നിങ്ങളെ വേദനിപ്പിക്കുന്ന അശനിപാതം പോലെ, ആലക്തികാഘാതം പോലെ നിങ്ങളെ വേദനിപ്പിക്കുന്ന, നിങ്ങളെ ചുട്ടുപൊള്ളിക്കുന്ന, അഗ്നിച്ചൂട് നൽകുന്ന അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകാം. എനിക്ക് പറയാനുള്ളത് നിങ്ങൾ തളരില്ല. പുറപ്പാട് പുസ്തകത്തിലുണ്ട്, പീഡിപ്പിക്കും തോറും അവർ പെരുകിക്കൊണ്ടേയിരുന്നു. ഇതാണ് നമ്മുടെ ജീൻ. മനസ്സിലായോ? പീഡിപ്പിക്കും തോറും പെരുകിക്കൊണ്ടേയിരിക്കും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് നമുക്കൊരു വലിയ കാര്യമുണ്ട്. നമുക്ക് സ്വർഗത്തിൽ എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന പ്രധാന പുരോഹിതനായ യേശു നമുക്കുള്ളത് കൊണ്ട് നമുക്ക് പ്രത്യാശയോടെ അവൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. ഇന്ന് അന്തസ്സോടെ പറയണം ഈ പന്തലിൽ നിന്ന്, എനിക്ക് എൻ്റെ കർത്താവുണ്ടടാ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവിടുന്ന് എൻ്റെ വലതു ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. അവിടുന്ന് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? അവിടുന്ന് എനിക്ക് കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം?
ദുർവൃത്തർ ദുരാരോപണങ്ങളുമായി എനിക്ക് ചുറ്റും കൂടുമ്പോൾ, എനിക്കെതിരെ ഒരു സൈന്യം തന്നെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയമറിയില്ല. കാരണം എന്താണ്? അവിടുന്ന് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. ജീവനോടെ യേശു ഇവിടെയുണ്ട്. വിശ്വസിക്കുന്ന മക്കൾക്ക് അത് കാണാൻ പറ്റും. മനസ്സിലായോ? ഇവിടെ ഡാനിയേലച്ചൻ നിൽക്കുന്നതിനേക്കാളും സത്യമായി യേശു ജീവനോടെ ഈ പന്തലിലുണ്ട്. അത് നമ്മൾ ഏറ്റുപറയണം, വിശ്വസിക്കണം, ഏറ്റെടുക്കണം. കർത്താവിൻ്റെ കൺമുമ്പിലുണ്ട്. ഞാൻ കുലുങ്ങില്ല. അവിടുന്ന് എപ്പോഴും എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങില്ല. അവിടുന്ന് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രയാസങ്ങൾ, പ്രതിബന്ധങ്ങൾ, വേദനകളെല്ലാം എടുത്ത് 2 കരങ്ങൾ ഉയർത്ത്. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ദൈവം നമ്മുടെ സഹായകൻ. അവിടെ നമ്മുടെ പക്ഷത്തുണ്ട്. ആര് നമുക്കെതിരെ നിൽക്കും? സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും ദാനമായി നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റമാരോപിക്കും? നീതീകരിക്കുന്നവൻ ദൈവമാണ്. ആരാണ് ശിക്ഷാവിധി നടത്തുക? മരിച്ചവനെങ്കിലും ഉയർത്തെഴുന്നേറ്റവനും പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശു ക്രിസ്തു തന്നെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരും നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. പഴയ നിയമത്തിൽ ഇസ്രായേലിൻ്റെ ബോധമണ്ഡലത്തിൽ കടലിന് മീതെ നടക്കുന്നത്, തിരമാലകളെ ചവിട്ടി മെതിക്കുന്നത് ആരാണ്? ദൈവമാണ്. അപ്പോൾ അത് യേശുവിൻ്റെ ദൈവത്വം വെളിപ്പെടുത്താൻ കർത്താവ് ഉപയോഗിച്ച ഒരു സംഭവമാണ് കടലിന് മീതെ നടന്നത്. ഇനി രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിന് മീതെ നടന്ന് അവരുടെ അടുത്തെത്തി. അടുത്ത വാക്യം, അവരെ കടന്നു പോകാൻ ഭാവിച്ചു. അതാണ് അടുത്ത വെളിപ്പെടുത്തൽ. കടന്നു പോകാൻ ഭാവിച്ചു. നിങ്ങൾക്കത് കേൾക്കുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? കടന്നു പോകാൻ ഭാവിച്ചു. കടന്നുപോയി. പുറപ്പാട് 34:5-6 വാക്യങ്ങൾ. കർത്താവ് മേഘത്തിലിറങ്ങി വന്ന് അവൻ്റെ അടുത്ത് നിൽക്കുകയും കർത്താവ് എന്ന തൻ്റെ നാമം പ്രഖ്യാപിക്കുകയും ചെയ്തു. മനസ്സിലായോ? അപ്പൊ കർത്താവ് ലോർഡ് എന്ന തൻ്റെ നാമം പ്രഖ്യാപിച്ചു. ഓക്കെ, അവിടുന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവന്റെ മുമ്പിലൂടെ കടന്നുപോയി. താൻ ദൈവമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നുപോയി.